ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മാത്സിന്റെ റിവിഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ടോപ്പിക് 4 ടോപ്പിക് ഉണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. ആ 4 ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ. പിന്നെ ഈ റേഷ്യോയിൽ തന്നെ വരുന്ന ഒരു പോർഷൻ ആണ് എന്താ പ്രോബ്ലംസ് ഓൺ ഏജ്. അപ്പോൾ ഈ 4 ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. പിന്നെ ഈ 4 ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പെർസെൻറ്റേജ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്താണ് പെർസെൻറ്റേജ് എന്ന്. നമ്മൾ സാധാരണ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടലിൽ എത്ര ഭാഗമാണ് അതിനെയാണ് നമ്മൾ പെർസെൻറ്റേജ്. പെർസെന്റ് എന്ന് പറഞ്ഞാൽ 100-ൽ എത്രയാണ്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 200 മാർക്ക് ഉണ്ട്. 200-ൽ നിങ്ങൾക്ക് ഒരു 40 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. 200-ൽ 40 മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചാൽ ഇത് എത്ര പെർസെൻറ്റേജ് ആണ്? 200-ൽ 40 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? അപ്പൊ ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യും? അപ്പൊ അതിനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ? നമ്മൾ ടോട്ടൽ എത്രയാ? 200-ൽ 40 ആണ് നമുക്ക് കിട്ടിയ മാർക്ക്. ഇൻറ്റു 100 വയ്ക്കാം. ഇൻറ്റു 100 ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഹോൾ ടോട്ടൽ ആകെ അതിൽ എത്രയാണ് കിട്ടിയത് അത് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുക, ഇൻറ്റു 100. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതും ക്യാൻസലായി, പിന്നെ ഇതും ക്യാൻസലായി, 20 എന്ന് കിട്ടും. അപ്പൊ ഇതെന്ന് പറയുന്നത് എത്രയാണ്? 20% ആണെന്ന് കിട്ടി. 20 ആണെന്ന് കിട്ടി. അതായത് പെർസെൻറ്റേജ് 200-ൽ 40 എന്ന് പറയുന്നത് 20% ആണെന്ന് കിട്ടി. ക്ലിയർ? നമ്മൾ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇനി അപ്പൊ 200 എന്ന് പറയുന്നതിന്റെ 10% എത്രയായിരിക്കും? അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ടുള്ള വഴിയുണ്ട്. 200-ന്റെ 10% കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാം? 200 ഇൻറ്റു 10%. ഈ ശതമാനം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 100 ഇടുക. ഇപ്പൊ ഒരു 20% എന്ന് പറഞ്ഞാൽ എന്താണ്? 20/100. അപ്പോ 10% എന്ന് പറഞ്ഞാൽ എന്താ? 10/100. അപ്പൊ 200-ന്റെ 10% എങ്ങനെ കണ്ടുപിടിക്കാം? 200 ഇൻറ്റു 10/100. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതും ക്യാൻസലായി, പിന്നെന്താ 20 എന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. നമ്മൾ ക്ലാസ് പഠിച്ചാണ്. അപ്പോൾ സാധാരണ നമുക്ക് നോക്കിയാൽ 200 എന്ന വാല്യൂ, അപ്പൊ ഇതിന് നമ്മൾ ഇതുപോലെ 10/100, 20/100 ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നോക്കുക. നമുക്ക് ആദ്യം ഇതിന്റെ 10% കണ്ടുപിടിക്കണം. അങ്ങനെ ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു സ്ഥാനം മാറ്റി നമ്മൾ ഇങ്ങനെ ഇടുക. നമ്മൾ ഇത് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരിക, ഒരു സ്ഥാനം മാറ്റുക. ബാക്കി എത്ര വാല്യൂ ഉള്ളത്? 20. അപ്പൊ അതായിരിക്കും അതിന്റെ 10%. ഇനി ഇതിന്റെ 20% കാണാനോ ഈ 10-ന്റെ കൂടെ ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ 20% എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. ഇനി 30% എന്ന് പറഞ്ഞാലോ 10% നമുക്ക് 20 ആണെന്ന് കിട്ടി. അപ്പോൾ 30% ഇൻറ്റു 3 എന്ന് ചെയ്താൽ മതി. അപ്പോൾ 30% എന്ന് പറയുന്നത് ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 30% എന്ന് പറയുന്നത് 60 ആണെന്ന് കിട്ടും. ക്ലിയർ? അതായത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 200 എന്ന വാല്യൂ, വേറൊരു വാല്യൂ എടുക്കാം, 500 എന്ന വാല്യൂ. അപ്പൊ ഇതിന്റെ 10% എന്താണ്? അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പ്ലേസ് മാറ്റി നമ്മൾ ഇങ്ങനെ ഇടാം. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പ്ലേസ് മാറ്റി, ബാക്കിയുള്ള വാല്യൂ ആണ് നമ്മുടെ 10%. അപ്പോൾ 10% എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞു 60% കണ്ടുപിടിക്കാൻ. 60% കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിൽ നിന്ന് ഒരു സ്ഥാനം മാറ്റുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അതായത് 500-ന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു സ്ഥാനം മാറ്റി, അപ്പോൾ 50 ആണെന്ന് കിട്ടി. ഇത് 10%. അപ്പോൾ 60% കണ്ടുപിടിക്കാനോ ഈ 50 ഇൻറ്റു 6. സോ എത്രയാ? 60% എന്ന് പറയുന്നത് നമുക്ക് 300 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഇനി ഇതിന്റെ 1% എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ 10% ആണെങ്കിൽ ഒരു സ്ഥാനം മാറ്റി. ഇനി 1% കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത് മാറ്റിയാൽ 10% ആയി. 50 എന്ന് പറയുന്നത് 10%. ഇനി 1%, 1% എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമ്മൾ 2 പ്ലേസ് മാറ്റി. അപ്പോ 1% എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ക്ലിയർ? 1% എന്ന് പറയുന്നത് 5 ആണ്. ഇനി 5% എന്ന് പറയുന്നത് എത്രയാണ്? ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5% എന്ന് പറയുന്നത് 25 ആവും. ക്ലിയർ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ സിമ്പിളായി ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. സെയിം 500-ന്റെ 15% എത്രയാണ്? 15% എത്രയാണ്? അപ്പൊ നമ്മൾ സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമ്മൾ ആദ്യം എന്ത് ചെയ്യാം?
10% കണ്ടുപിടിക്കാം. ഒരു പ്ലേസ് മാറ്റി 10% കണ്ടുപിടിച്ചു. 10% എന്ന് പറഞ്ഞാൽ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ്. നമുക്ക് എത്രയാ വേണ്ടേ? 15%, 15%. സോ ഇനി ഒരു 5% കൂടി നമ്മൾ കണ്ടുപിടിക്കാം. 5% കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? വീണ്ടും ഒരു പ്ലേസ് മാറ്റുക. വീണ്ടും ഒരു പ്ലേസ് മാറ്റുമ്പോൾ നമുക്ക് 1% എന്ത് കിട്ടി? 1% എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടി. അപ്പോൾ 5% എന്ന് പറയുന്നത് ഇൻറ്റു 5 25 കിട്ടി. സോ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 75 ആണ് നമ്മുടെ 15% എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. സിമ്പിളായി കണ്ടുപിടിക്കാം. അപ്പൊ അതൊക്കെ നിങ്ങൾ ക്ലാസ് പഠിച്ചായിരിക്കും, ഓർത്തിരിക്കുക. ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ചേഞ്ച്. അതായത് ഒരു എക്സാമ്പിൾ, നമുക്ക് 100 എന്ന വാല്യൂ 120 മാറി. അപ്പൊ എത്രയാണ് ചേഞ്ച് ചെയ്തത്? അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് ഇത്. ഇക്വേഷന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്, എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കാം. എന്താ? ന്യൂ വാല്യൂ എന്താ? ഇപ്പോൾ 120 മാറിയത്. അപ്പോൾ 120 ആണ് ന്യൂ വാല്യൂ. ഒറിജിനൽ വാല്യൂ എത്രയാണ്? 100 ആണ്. ഡിവൈഡ് ബൈ ഒറിജിനൽ വാല്യൂ. ക്ലിയർ? അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 20/100 ഇൻറ്റു 100. സോ 20% നമ്മളോട് ഇൻക്രീസ് ആയത്. 20% നമ്മൾക്ക് ഇൻക്രീസ് ആയത്. 100 120 പോകുമ്പോൾ 20% ഇൻക്രീസ് ആയത്. പിന്നെ ഒരു കാര്യം, അതായത് 100 എന്നത് നമ്മൾ പെർസെൻറ്റേജ് എടുത്തു. അപ്പൊ ഇതിന്റെ 20% എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താ? നമ്മൾ ആദ്യം ഒരു സ്ഥാനം മാറ്റുക. അപ്പോൾ ഒരു 10% എന്ന് പറയുന്നത് 10 ആയി. അപ്പൊ 20% എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. കാരണം ഇൻറ്റു 2 ചെയ്താൽ മതി. ക്ലിയർ? 50% എന്ന് പറഞ്ഞാൽ ഇതെന്താവും? 50% ഇൻക്രീസ് ആയി. അപ്പൊ എന്ത് ചെയ്യാം? 100 നമ്മളെ കയ്യിലുണ്ട്. വീണ്ടും ഒരു 50% കൂടെ കൂടണം. അപ്പൊ ഇതിന്റെ 50% എന്താണ്? 50 ആണ്. സോ 150 ആയിരിക്കും ഇവിടുന്ന് 50% കൂടിയാൽ. ക്ലിയർ? ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ. എല്ലാവരും പഠിച്ചു വെക്കാം. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ആയത് നമ്മൾ കണ്ടുപിടിക്കാൻ അറിയാലോ. എന്താ? ന്യൂ വാല്യൂന്ന് ഒറിജിനൽ വാല്യൂ മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കൂടിയ വാല്യൂ നമുക്ക് കിട്ടും. ക്ലിയർ? അതായത് ഒരു എക്സാമ്പിൾ, 200 240 ആയി. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ആയത്? സോ എന്താ? ഇതിന്റെ ഡിഫറൻസ് എത്രയാണ് കൂടിയത്? അത് ന്യൂമറേറ്ററിൽ എഴുതുക. എത്രയാണ് ബേസ്? എത്രയിൽ നിന്നാണ് കൂടിയത്? അത് ഡിനോമിനേറ്ററിൽ എഴുതുക. 200 ഇൻറ്റു 100 ചെയ്യാം. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 20% കൂടിയത്. ക്ലിയർ? ഇനി പെർസെൻറ്റേജ് ഇൻക്രീസ്, പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് കൺസംഷൻ എന്താവും? അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം. അതായത് നമുക്കറിയാം, ഈ പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഈക്വൽ ടു എന്താ? എക്സ്പെൻഡിച്ചർ. അതായത് നമുക്കൊരു സാധനം 100 രൂപയാണ് ഒരു സാധനം, നമ്മൾ 120 ക്വാണ്ടിറ്റി വാങ്ങി. ക്ലിയർ? 100 രൂപയുള്ള സാധനം നമ്മൾ 120 എണ്ണം വാങ്ങി. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെൻഡിച്ചർ കിട്ടും. എന്താണ്? 120 പിന്നെ 2 0. ക്ലിയർ? 12,000 കിട്ടും. ഇതല്ലേ അതിന്റെ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇങ്ങനെയാണ് കണ്ടുപിടി. പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ഇതാണ് നമുക്ക് കിട്ടുക. ഇനി ഇവിടെ പറയുന്നത് പ്രൈസ് ഇൻക്രീസ് ആയി, പ്രൈസ് കൂടി. നമുക്ക് പ്രൈസ് ഇപ്പൊ 100 ഉള്ളത് ചിലപ്പോൾ 120 ആവാം. 100 ഉള്ളത് 120 ആയി. അപ്പോഴും നമ്മുടെ എക്സ്പെൻഡിച്ചർ നമ്മൾ സെയിം ആയിരിക്കണം. എത്രയാ? 12,000 തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺസംഷൻ എത്ര കുറയ്ക്കണം? ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്. എത്രയാ കൺസംഷൻ കുറയ്ക്കേണ്ടത്? അതിനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ പറയുന്നത്. എത്രയാണ്? എ ഡിവൈഡ് ബൈ എ എന്ന് പറഞ്ഞാൽ എന്താ? എത്രയാണ് പ്രൈസ് കൂടിയത്? എത്രയാ? 20% പ്രൈസ് കൂടി. 20% പ്രൈസ് കൂടിയാൽ ഇത് എത്രയാ? 12. എത്രയാ? ഇത് 20% കൂടി. 100 120 ആയി. അപ്പൊ 20% പ്രൈസ് കൂടിയത്. അങ്ങനെ ആയാൽ കൺസംഷൻ എത്ര കുറയ്ക്കണം? അങ്ങനെ ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ. എ ബൈ 100 പ്ലസ് എ ഇൻറ്റു 100. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താ? നമുക്കറിയാം ഇവിടെ 100 വരണം, നല്ല സെയിം ആവും. അപ്പൊ നമ്മൾ നോക്കിയേ, അതായത് നമുക്ക് ഓൾറെഡി നമ്മളെ കയ്യിലുള്ളത് കൺസംഷൻ എത്രയാണ്? 120. അത് ഇൻക്രീസ് ആയത് എത്രയാണ്? കുറഞ്ഞത് എത്രയാണ്? 20. സോതാ നമുക്ക് കിട്ടിയില്ലേ? ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് വെച്ച് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഈ ഇക്വേഷനാണ് പ്രൈസ് കൂടുമ്പോൾ കൺസംഷൻ എത്ര കുറയ്ക്കണം എന്ന് പറയുന്നത്. അതുപോലെ പ്രൈസ് ഡിക്രീസ് ആകുമ്പോൾ കൺസംഷൻ എന്ത് ചെയ്യണം? ഇൻക്രീസ് ആവില്ലേ? നല്ല നമുക്ക് സെയിം എക്സ്പെൻഡിച്ചർ കിട്ടും. അതിലുള്ള ഇക്വേഷൻ ആണിത്. ക്ലിയർ? അതുപോലെ എ ഈസ് R% മോർ ദാൻ ബി. അതായത് നമുക്കറിയാം എ ബി. എ എന്ന് പറയുന്നത് ഒരു 100, എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് 100 ആണ്.
ഇവിടെ പറയുന്നത് എന്താ, എ ഈസ് ആർ പെർസെൻറ്റേജ് മോർ ദാൻ ബി. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു 10% കൂടുതലാണ്, 110 വിചാരിക്കാം. ബി എന്ന് പറയുന്നത് 100, 10% കൂടിയിട്ട് എ എന്ന് പറയുന്നത് 110. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി എനേക്കാളും എത്ര കുറവാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ബി എനേക്കാളും എത്ര കുറവാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതാ ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യും, ബി എന്ന് പറയുന്നത് എനെ അപേക്ഷിച്ച് എത്ര കുറവാണ്. അപ്പൊ എത്ര കുറവാണ്, ഇവിടെ 10 കുറവ്. എനെ അപേക്ഷിച്ച് എന്റെ വാല്യൂ 110, അപ്പൊ എനേക്കാളും 10 കുറവ്. സോ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് ഇങ്ങനെ കാണാം. എനെ അപേക്ഷിച്ച്, അപ്പൊ എ ആണ് ഡിനോമിനേറ്ററിൽ എഴുതുക, എത്രയാണ് കുറവ്, 10 കുറവ്, ന്യൂമറേറ്ററിൽ എഴുതുക. സോ നമുക്ക് ബി എന്ന് പറയുന്നത് എനേക്കാളും എത്ര കുറവാണെന്ന് കിട്ടും. അതിനുള്ള ഫോമുലയാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? ഫോമുല വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ ഇങ്ങനെ ചെയ്യാം. സെയിം ആണ് ഇവിടെയും പറയുന്നത്. അടുത്തത് ക്ലിയർ? ഇനി സക്സസീവ് ചേഞ്ച്, അതായത് അതിനു മുന്നേ നിങ്ങൾ ഒരു കാര്യം പഠിക്കണം. എന്താ, ഇവിടെ നോക്കിയ സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ച്, അതായത് നമ്മളോട് പറഞ്ഞു ഒരു എന്താ ഒരു 10%, ആദ്യം നിങ്ങൾക്ക് ഒരു 10% ഇൻക്രീസ് ചെയ്തു, പിന്നെ വീണ്ടും അത് കഴിഞ്ഞിട്ട് ഒരു 20% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാണ് ഇൻക്രീസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അതായത് നമുക്ക് സാധാരണ ഇങ്ങനെ ചെയ്യാം, 100 ഉണ്ടായത് 10% ഇൻക്രീസ് ആയിട്ട് 110 ആയി. അവിടുന്ന് വീണ്ടും 20% ഇൻക്രീസ് ആയിട്ട്, അപ്പൊ എത്ര കൂടും ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ്, 20% കൂടണമെങ്കിൽ ഇതിങ്ങനെ ഒരു പ്ലേസ് മാറ്റുക, അപ്പൊ 10% കിട്ടും, × 2 ചെയ്യുക. അപ്പൊ ഇവിടെ എത്ര കിട്ടും, 22 കൂടുക. സോ 132 കിട്ടുക. ക്ലിയർ? അപ്പൊ ഇവിടുന്ന് ഇൻക്രീസ് ആയത് എത്രയാണ്, 32 ഇൻക്രീസ് ആയത്. അപ്പൊ ഇതിനുള്ള ഫോമുല നമുക്കുണ്ട്. ആദ്യം 10% കൂടി, പിന്നെ 20% കൂടി എന്ന് പറഞ്ഞാൽ നമുക്കിതാ ഈ ഫോമുല, സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ചിന്റെ ഫോമുല യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് എ എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻക്രീസ് ആയത് എത്രയാ, 10 പ്ലസ് രണ്ടാമത് എത്ര ഇൻക്രീസ് ആയത്, 20 പ്ലസ് എ ഇൻറ്റു ബി, അതായത് 10 × 20 ഡിവൈഡ് ബൈ 100. ഇത് ചെയ്താൽ നോക്കിയാൽ ഇതും ക്യാൻസലായി, ഇതും ക്യാൻസലായി, ബാക്കി 2 മാത്രമുണ്ട്. 10ഉം 20ഉം 30ഉം 32 ഇൻക്രീസ് ആയത്. സോ ഇതും സെയിം അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് സക്സസീവ് ചേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? അപ്പൊ ഇത് കിട്ടിയില്ലേ. ഇനി ഇവിടെ നോക്കിയാൽ എന്താ, മൈനസ് ഉണ്ട്. അതായത് നമ്മളോട് ആദ്യം പറഞ്ഞു എന്താ, നമുക്കൊരു 20% കൂടി, പിന്നെ ഒരു 20% കുറഞ്ഞു, 20% കൂടി, 20% കുറഞ്ഞു. അതായത് നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യാം. 20% കൂടി എന്ന് പറഞ്ഞാൽ +20, 20% അത് കഴിഞ്ഞിട്ട് കുറച്ചു. സോ നമ്മൾ സാധാരണ മെത്തേഡിൽ എങ്ങനെ ചെയ്യും, നമുക്ക് ആദ്യം അത് ചെയ്ത് നോക്കാം. ആദ്യം 100 എന്നുള്ളത് 20% കൂടിയാൽ എന്ത് കിട്ടും, 120 കിട്ടും. പിന്നെ എന്ത് പറയുന്നു, 20% കുറഞ്ഞു, 20% കുറഞ്ഞു. അപ്പൊ 120ന്റെ 20% എത്രയാണ്, 10% എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു പ്ലേസ് മാറ്റുക, 10% എന്ന് പറഞ്ഞാൽ 12, 20% എന്ന് പറഞ്ഞാൽ × 2 24 കുറയുക. 120 24 കുറഞ്ഞാൽ ബാക്കി എത്ര നമുക്ക് കിട്ടുക, 96 കിട്ടുക. 100 ഉണ്ടായത് 96 ആയി. ഇതുപോലെ 20% കൂട്ടി 20% കുറഞ്ഞാൽ, അപ്പോ ഇതിന് പകരം നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എങ്ങനെയാണ്, 20% കൂട്ടി, 20% വീണ്ടും കുറച്ചു, പിന്നെന്താ പ്ലസ്, അതായത് ഇവിടെ -1 എന്തുകൊണ്ടാ, കുറച്ചതുകൊണ്ട് -1. പിന്നെ ഇതാ ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്നത് 20 ആണ്, ബി എന്ന് പറയുന്നത് -20 ആണ്. സോ × -20 ഡിവൈഡ് ബൈ 100. സോ എന്ത് കിട്ടും, 20 - 20 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 0 ആയി. പിന്നെ ഇതാ ഇവിടെ നോക്കിയേ, -400 ഡിവൈഡ് ബൈ 100. സോ ഇതാ -4 വരിക. ആദ്യം 100 ഉണ്ടായാൽ -4 കുറഞ്ഞിട്ട് 96 ആയി. ഇതാണ് നമുക്ക് പറയുന്നത്. ഇനി അതിനുള്ള സെയിം സംഭവമാണ് ഇവിടെ പറയുന്നത്. അതായത് ഈക്വൽ എമൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്താൽ, അതായത് ഇവിടെ നോക്കിയേ, എക്സ് പ്രൈസ് കൂട്ടി, എക്സ് പ്രൈസ് പിന്നെ കുറച്ചു, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ആണ്. എന്താണ്, x² ഡിവൈഡ് ബൈ 100%. അതായത് നമ്മൾ നേരത്തെ എത്ര, 20% കൂട്ടി 20% കുറച്ചു. സോ 20² ഡിവൈഡ് ബൈ 100, ഇത്രയും പെർസെൻറ്റേജ് ആയിരിക്കും കുറയുക. അപ്പൊ 20² എത്രയാണ്, 400 ഡിവൈഡ് ബൈ 100. സോ 4% എന്ത് ചെയ്യും, കുറയുമാണ്, ഓൾവേസ് ഡിക്രീസ് ആണ്. അതായത് സെയിം എമൗണ്ട് സെയിം പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്താൽ അതെപ്പോഴും എന്തായിരിക്കും, ഡിക്രീസ് ആയിരിക്കും. x² ഡിവൈഡ് ബൈ 100 എന്ന പെർസെൻറ്റേജിലായിരിക്കും അത് ഡിക്രീസ് ആവുന്നത്. ഇതും പഠിച്ചു വെക്കുക.
ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ജസ്റ്റ് സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ചോദിക്കാം. അപ്പൊ ഇത് വെച്ച് നമുക്ക് ജസ്റ്റ് സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാം. ക്ലിയർ? അപ്പൊ ഈ കാര്യം കൂടെ പഠിച്ചു വെക്കാം. സക്സസീവ് ചേഞ്ചും നിങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതാണ്. അതായത് ഇപ്പൊ എന്താ 50%. അപ്പൊ നമ്മൾ എങ്ങനെയാ 50% കാണാം? അതായത് 50% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ 50/100 അല്ലേ? അപ്പൊ 50/100 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/2. അപ്പൊ ഒരു നമ്പറിന്റെ 50% കാണുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? ഇപ്പൊ ഒരു 500 ഇതിന്റെ 50% എത്രയാ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു 1/2 ചെയ്താൽ മതി. സോ 250 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 50% കാണാം. അപ്പൊ അതിനുള്ള ഫോമിലാണ് ഫ്രാക്ഷനിലേക്ക്, അതായത് പെർസെന്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റിയത് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനിയോ ചില ക്വസ്റ്റ്യൻസിൽ നമ്മളോട് ചോദിക്കാം 33.33%. അങ്ങനെ ചോദിച്ചാൽ എന്താ? നമ്മൾ ഈ പെർസെന്റേജ് വെച്ച് കാണുമ്പോൾ 33.33/100 ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ നമുക്ക് സിമ്പിളായി എങ്ങനെ ചെയ്യാം? 1/3 ആണ് ഇതിന്റെ ഫ്രാക്ഷൻ. സോ 60ന്റെ 33.33% എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ 60 × 1/3 ചെയ്താൽ മതി. 20 ആണെന്ന് ആൻസർ കിട്ടും. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഈ ഫ്രാക്ഷൻസും പെർസെന്റേജിന്റെ ഫ്രാക്ഷൻസ് നിങ്ങൾ ഓർത്തിരിക്കാം. ക്ലിയർ? ഇനി അതിൽ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താ 1/3 എന്ന് പറയുന്നത് നോക്കിയേ 33.33 ആണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നു 66.67% ഫൈൻഡ് ചെയ്യണം. നമുക്കറിയാം 33.33 എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ ഇതിന്റെ ഇൻറ്റു 2 ചെയ്താൽ എന്ത് കിട്ടും? 66.666 അല്ലെങ്കിൽ 66.67 കിട്ടും. അപ്പൊ നമുക്കറിയാം ഇതിന്റെ 2, അതായത് 2/3 ആണ് ഒരു വാല്യൂവിന്റെ. ഇപ്പൊ എന്താ 60ന്റെ 2 എത്രയാ? 66.66% കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ? അപ്പൊ ഇത് പെർസെന്റേജ്, ഫ്രാക്ഷൻ, ഇത് നിങ്ങൾ ഓർത്തിരിക്കാം. അടുത്ത ടോപ്പിക്കാണ് നമ്മൾ. അപ്പൊ നമ്മൾ പെർസെന്റേജ് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പെർസെന്റേജ് പഠിക്കേണ്ടത്. ആവറേജ്. ആവറേജിന്റെ ഫോർമുല എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ടേംസ്. അതായത് നമ്മൾ എത്ര ടേംസ് ഉണ്ട്? നമ്മൾ ഒരു 10 ടേം വന്നു. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ആവറേജ് കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ടോട്ടലി 10 എണ്ണത്തിന്റെ സമ്മ് കാണാം, കൂട്ടുക, തുക, ആകെ തുക, അതായത് ശരാശരി എന്ന് പറയും. നമ്മൾ ആവറേജിനെ ശരാശരി എന്ന് പറയും. അപ്പൊ ആകെ തുക ഒരു 10 നമ്പർ തന്നാൽ 1 മുതൽ 10 വരെയുള്ള നമ്പർ തന്നു. അപ്പൊ അതിന്റെ ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ 10 നമ്പറും ആദ്യം കൂട്ടുക. അപ്പോ ന്യൂമറേറ്ററിൽ ആകെ തുക സം എടുക്കുക, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ഇവിടെ എത്രയാ? 10. എത്ര ടോട്ടൽ എത്ര നമ്പർ ഉണ്ട് അത് ഡിനോമിനേറ്ററിൽ എഴുതുക, ടോട്ടൽ സമ്മ് ന്യൂമറേറ്ററിൽ എഴുതുക. അപ്പൊ അത് കിട്ടുന്നതാണ് ആവറേജ്. ക്ലിയർ? അപ്പൊ ഇതാണ് ഇവിടെ ആവറേജ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ n നമ്പേഴ്സിന്റെ ആവറേജ് കാണാം. ഇതാണ് ഫോർമുല. n നമ്പേഴ്സിന്റെ സമ്മ് കാണേണ്ട ഫോർമുല ഇതാണ്. n × n+1/2 ആണ്. അങ്ങനെയാണെങ്കിൽ n നമ്പേഴ്സിന്റെ ആവറേജ് കാണാൻ n+1/2 ചെയ്താൽ മതി. അതായത് നിങ്ങൾ നോക്കിയാൽ സിമ്പിൾ ആണ്. ആദ്യത്തെ n നമ്പർ, അതായത് 1 മുതൽ 2, 3, 4, 5, ഈ 5 നമ്പറിന്റെ ആവറേജ് എന്തായിരിക്കും? ഇതിന്റെ സം എടുക്കാൻ ന്യൂമറേറ്ററിൽ ഡിവൈഡ് ബൈ 5 ചെയ്യാം. സോ തുടർച്ചയായിട്ടുള്ള നമ്പർ ആണെങ്കിൽ നമ്മൾ ഇതിന്റെ സെൻട്രൽ ഉള്ള വാല്യൂ ആയിരിക്കും, ഇതിന്റെ ആവറേജ്. അതായത് ഇപ്പൊ നോക്കിയേ, ഇവിടെ നോക്കിയേ, 2, 1, 3, 3, 3, 6, 10, 15, 15/5 ആണ് ഇത് കിട്ടുക. അപ്പൊ എന്ത് കിട്ടും? 3 ആണ് ആവറേജ് കിട്ടുക. അപ്പോൾ തുടർച്ചയായിട്ടുള്ള നമ്പർ ആണെങ്കിൽ, അതിന്റെ സെൻട്രലിലുള്ള വാല്യൂ ആയിരിക്കും നമ്മുടെ എന്താണ്? ആവറേജ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഇവിടെ നോക്കിയാൽ n+1/2, അതായത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ആദ്യത്തെ n, ഇപ്പൊ 1 മുതൽ 5 നാച്ചുറൽ നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ ആവറേജ് എന്തായിരിക്കും? 5 നാച്ചുറൽ നമ്പറിന്റെ ആവറേജ് 5 + 1 6/2 3 ആയിരിക്കും കിട്ടുക. ക്ലിയർ? അത് പഠിച്ചു വെക്കാം. ഇനി എന്താ? ഇപ്പൊ 4 നമ്പേഴ്സിന്റെ എന്തായിരിക്കും? 4 + 1 5/2, അപ്പോൾ 2.5 ആയിരിക്കും. അതായത് 1 + 2 + 3 + 4 എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 4. ഇതിന്റെ ആവറേജ് എന്തായിരിക്കും? സെൻട്രലിൽ വരുന്ന വാല്യൂ ആയിരിക്കും ആവറേജ്. ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കുറച്ച് വാല്യൂസ് കൂട്ടുമ്പോൾ അതിന്റെ മീൻ, നടുക്ക് വരുന്ന വാല്യൂ ആയിരിക്കും ആവറേജ് എന്ന് പറയുന്നത്. ഇവിടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 3, 3, 6, 10/4, 2.5 ആണ് ആവറേജ്. അതായത് ഇവിടെ 4 + 1 5/2, 2.5 ആണ് ആവറേജ് കിട്ടുക. അപ്പൊ ഈ കാര്യം പഠിച്ചു വെക്കുക.
അതുപോലെ ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ് n+1. അതുപോലെ n ഓഡ് നമ്പേഴ്സിന്റെ ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് n ആണ്. അതായത് ഇപ്പൊ എന്താ ആദ്യത്തെ ഒരു 4 ഓഡ് നമ്പർ, അതായത് 1 + 3 + 5 + 7 ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? അതായത് കൂട്ടി നോക്കിയേ, 4ഉം 5ഉം 9 16 16/4 ഈക്വൽ ടു എന്താണ് 4 കിട്ടുക. സോ n ടോട്ടൽ ആദ്യത്തെ 4 എന്താ ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ് 4 തന്നെയാണ്. സോ ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഇത് നമ്മൾ കുറച്ച് കാര്യം കൂടെ അറിയണം. ഫസ്റ്റ് n സ്ക്വയേഴ്സിന്റെ അപ്പൊ അതിന്റെ സമ്മ് നമുക്കറിയാം. അപ്പൊ സം ബൈ n ചെയ്താൽ മതി. ഈ സമ്മിന്റെ ബൈ n ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. അപ്പൊ ഈ രണ്ട് കാര്യം കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ 3 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്കിയുള്ള 2 എണ്ണം നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്, ഈ 2 ഇക്വേഷനും. അപ്പൊ അത് ഡിവൈഡ് ബൈ n ഇട്ടാൽ എന്താ ആവറേജ് ആയി. ക്ലിയർ? അടുത്തതിന് നമ്മൾ പഠിക്കേണ്ടത് റേഷ്യോ ആണ്. റേഷ്യോ പ്രപ്പോർഷൻ. അപ്പോൾ റേഷ്യോ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാം? A:B എന്നാണ് റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറയാം എന്താ A/B എന്നും കൂടെ പറയാം. ക്ലിയർ? ഇങ്ങനെ കൂടി പറയാം. റേഷ്യോ ഈസ് കമ്പാരിസൺ ഓഫ് 2 ക്വാണ്ടിറ്റീസ് ഓഫ് സെയിം കൈൻഡ്. അതായത് റേഷ്യോ നമ്മൾ പറയുമ്പോൾ സെയിം ഐറ്റത്തിന്റെ റേഷ്യോ ആയിരിക്കും പറയാം. ക്ലിയർ? അതായത് ഒരു ക്ലാസ്സിൽ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസും ബോയ്സും, അതായത് നമ്പർ ആണ് പറയുന്നത്. ഇവിടെ നമ്പർ എന്ന ക്വാണ്ടിറ്റി ആണ് പറയുന്നത്, പക്ഷെ ഗേൾസിന്റെ ബോയ്സിന്റെ ആണ് പറയുന്നത്. ഗേൾസിന്റെ ടോട്ടൽ നമ്പർ A ആണെന്ന് വിചാരിക്കാം, ബോയ്സിന്റെ B ആണെന്ന് വിചാരിക്കാം. അപ്പൊ അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് A:B ആയിരിക്കും. ക്ലിയർ? ഇതാണ് ഇതിന്റെ റേഷ്യോ എന്ന് പറയാം. ഇനി പ്രപ്പോർഷണൽസ്, അതായത് നമ്മൾ പ്രപ്പോർഷണൽസ് നോക്കണം. അതായത് ഫോർത്ത് പ്രപ്പോർഷണൽ ക്വസ്റ്റ്യൻ ഒരുപാട് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് A:B പ്രപ്പോർഷൻ C:D. ഇങ്ങനെ പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ A/B = C/D. ഇതാണ് ഇതിന്റെ മീനിങ്. A:B പ്രപ്പോർഷൻ C:D എന്ന് പറഞ്ഞാൽ A/B = C/D. ക്ലിയർ? ഇതാണ് നമ്മുടെ പ്രപ്പോർഷൻ എന്ന് പറയാം. ഇനി ഇവിടെ നമ്മൾ 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം നമ്മൾ എന്താ ഫോർത്ത് പ്രപ്പോർഷൻ, അതായത് ഈ നമ്പറിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. ഇപ്പൊ എന്താ 3 നമ്പർ, എക്സാമ്പിൾ 3, 6, 9. 3, 6, 9 ഇതിന്റെ ഫോർത്ത് പ്രപ്പോർഷൻ എന്താണ്? ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിന്റെ ഫോർത്ത് പ്രപ്പോർഷൻ എന്താണ്? ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. 3:6 പ്രപ്പോർഷൻ 9:, ഇവിടെ എന്താ D എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ ഫോർത്ത് പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ 4ാമത്തെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പൊ ഇവിടുന്ന് നമുക്ക് D എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് 3/6 = 9/D. അങ്ങനെയാണെങ്കിൽ D എങ്ങനെ കണ്ടുപിടിക്കാം? D എന്ന് പറയുന്നത് എന്താ 9 × 6 / 3. സോ 18 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇപ്പൊ ഫോർത്ത് പ്രപ്പോർഷൻ കാണാൻ എന്ത് ചെയ്യാം? നമ്മൾ ഇവിടുത്തെ വാല്യൂ കാണാൻ എന്ത് ചെയ്യാം? B × C ഇതും മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ബൈ ഇത് ഇട്ടാൽ മതി. ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മിച്ചിരിക്കാം. അല്ലെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. A/B = C/D. ഇതിൽ നമുക്ക് എന്താ ഫോർത്ത് പ്രപ്പോർഷൻ പറഞ്ഞാൽ നമ്മൾ D ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ബാക്കി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് ചെയ്യാം. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് ഫോർത്ത് പ്രപ്പോർഷൻ കണ്ടുപിടിക്കാം. ഇനി അതല്ല, തേർഡ് പ്രപ്പോർഷൻ ആണ് പറയുന്നത്. തേർഡ് പ്രപ്പോർഷൻ ആണ്, അതായത് 2 വാല്യൂ തന്നു, അതിന്റെ തേർഡ് പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ നടുക്കുള്ള ഈ C ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നടുക്കുള്ള 2 വാല്യൂം സെയിം ആയിരിക്കും. ക്ലിയർ? അപ്പോൾ തേർഡ് പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? 2 വാല്യൂവിന്റെ തേർഡ് പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ നടുക്കുള്ള 2 വാല്യൂം സെയിം ആയിരിക്കും. ഈ 3ാമത്തെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ B² എന്ന് പറയുന്നത് സെയിം ആണ്. ഇവിടെയും നമുക്ക് ഇങ്ങനെ A/B = B/C എന്ന് എഴുതാം. ഇവിടുന്ന് എന്താ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്? എന്താ C ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. C = B²/A എന്ന് കിട്ടും. ക്ലിയർ? നമ്മളൊന്നുമില്ല, A/B = C/D എന്ന് കണ്ടുപിടിച്ചാൽ ബാക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫോർത്ത് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ D ആണ്. തേർഡ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ C ആണ് കണ്ടുപിടിക്കേണ്ടത്, പക്ഷേ ഈ 2 വാല്യൂം സെയിം ആയിരിക്കും. ക്ലിയർ? ഇനി മീൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെൻട്രലിലുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, മീൻ പ്രപ്പോർഷൻ. സോ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? സെയിം ആണ്. A/X = X/B. ഇവിടുന്ന് എന്താ
എക്സ് സ്ക്വയർ ഈക്വൽ ടു എ ബി എന്ന് കിട്ടും, എക്സ് ഈക്വൽ ടു എന്ന് കിട്ടും, റൂട്ട് എ ബി എന്ന് കിട്ടും. അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റേഷ്യോ പ്രപ്പോർഷനിൽ ഓർത്തിരിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇൻക്രീസ് ബൈ 10%, 10% every year. If the present population is 20,000 in the next year it will be. അതായത് ഇപ്പോഴത്തെ പോപ്പുലേഷൻ എത്രയാ? 20,000 ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഓരോ വർഷവും 10% വീതം ഇൻക്രീസ് ആവും. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇതിന്റെ 10% കൂട്ടിയാൽ മതി. അതായത് ഇപ്പോ 20,000 ആണ് നമ്മുടെ പ്രസന്റ് പോപ്പുലേഷൻ. അപ്പൊ അടുത്ത വർഷം അതായത് നെക്സ്റ്റ് ഇയർ P+1 എന്ന് വിചാരിക്കാം. അടുത്ത വർഷം ആകുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ 10% ഇൻക്രീസ് ആവും. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇതിന്റെ 10% കണ്ടുപിടിക്കാം. 20,000ന്റെ 10% എത്രയാണ്? 2,000. സോ 2% ഇൻക്രീസ് ആയി. സോ 22,000 ആണ് നമ്മുടെ പുതിയ പോപ്പുലേഷൻ. ഓപ്ഷൻ ഏതാ? ബി ആണ് കറക്റ്റ്. സിമ്പിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഒരു പ്ലേസ് മാറ്റുക, അപ്പോൾ 10% എന്താണെന്ന് കിട്ടും. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 10% എവറി ഇയർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ പ്രസന്റ് പോപ്പുലേഷൻ ഈസ് 1000. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ദ പോപ്പുലേഷൻ ബിക്കം 1331? അപ്പോൾ ഇപ്പോഴത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അത് 1331 ആവാൻ എത്ര ഇയേഴ്സ് എടുക്കും? ഓരോ വർഷം എത്രയാണ്? 10 വീതമാണ് ഇൻക്രീസ് ആവുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊരു ഫോമുല നമുക്കറിയണം. അതായത് നമ്മുടെ ഇൻട്രസ്റ്റിന്റെ കാര്യത്തിലൊക്കെ പഠിക്കുന്ന ഒരു ഫോമുലയാണ് A ഈക്വൽ ടു P ഇൻറ്റു 1 + R/100⁻n. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കാര്യത്തിലൊക്കെ പഠിക്കുന്നതാണ്. അതായത് ഫൈനൽ ഇതെന്താ? A എന്ന് പറഞ്ഞാൽ ഫൈനൽ എത്രയാണ്, നമുക്ക് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്നത് എത്രയാണ്? ഫൈനൽ എമൗണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ, അതായത് നമുക്ക് ഇനിഷ്യൽ ഉള്ള എത്രയാണ്. ഇപ്പൊ ഇതിന്റെ കേസിലാണെങ്കിൽ ഇനിഷ്യൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1 + R/100⁻n. ഇതാണ് നമ്മളെ ഫോമുല. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ഫോമുലയാണ്. ഇവിടെയും നിങ്ങൾക്ക് ഈ ഫോമുല വെച്ച് സിമ്പിളായി ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ചോദിക്കുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് എത്രയാണ്? ഫൈനൽ ലാസ്റ്റ് എത്രയായിരിക്കണം? 1331 ആയിരിക്കണം. അപ്പോൾ ഇനിഷ്യൽ എത്രയാണുള്ളത്? 1000 ആണുള്ളത്. ഇനി 1+ എത്ര ശതമാനമാണ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ 6 എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും എത്ര ശതമാനം ഇൻക്രീസ് ആവുന്നു? സോ എത്ര? 10 ആണ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. /100⁻n ആണ് കിട്ടുക. ക്ലിയർ? ഇനി ഈ 1000 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ /1000 ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് ഇത് ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതും മൾട്ടിപ്ലൈ ചെയ്യാം, 100 കിട്ടും, +10 ചെയ്യാം. അപ്പൊ 110/100 ഇതും ക്യാൻസൽ ആയി. /, എന്ത് കിട്ടും? n ആണെന്ന് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു സ്ക്വയേഴ്സ്. എത്ര വരെ സ്ക്വയേഴ്സ് പഠിക്കണം? 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കാം, മിനിമം 10 വരെയുള്ള ക്യൂബ്സും പഠിക്കാം. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ 10 ക്യൂബ് എന്താ? 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 100. 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 അല്ലേ? അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇത് 10ന്റെ ക്യൂബാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇത് 11ന്റെ ക്യൂബാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10/, ഇവിടെ നോക്കിയാൽ റൈറ്റ് സൈഡിൽ നമുക്ക് എന്താ ഉള്ളത്? വാല്യൂ റൈറ്റ് സൈഡിലാണെങ്കിൽ 11/10⁻n ആണുള്ളത്. അപ്പൊ ലെഫ്റ്റ് സൈഡിലും നമുക്ക് ഈ 11/10 എന്നുള്ള ഫോമിലേക്ക് മാറ്റിയാൽ അതിന്റെ പവർ തമ്മിൽ ഈക്വൽ ആയിരിക്കില്ലേ? ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് 11/10⁻3 എന്ന് എഴുതാം. കാരണം 1000 എന്ന് പറയുന്നത് 10 ക്യൂബ് ആണ്, 1331 എന്ന് പറയുന്നത് 11 ക്യൂബ് ആണ്. അപ്പൊ നമുക്ക് 11/10⁻3 എന്ന് എഴുതാം. ഈ n-ഉം ഈ 3-യും സെയിം ആയിരിക്കും. അപ്പൊ n ഈക്വൽ ടു 3 ഇയേഴ്സ് ആയിരിക്കും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൈനൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇനിഷ്യൽ പോപ്പുലേഷൻ ഇൻറ്റു 1 + R/100. ഇവിടെ R എന്ന് പറയുന്നത് എന്താണ്? R എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ആവുന്നത്? /n കൂടെ ഇടാം. ക്ലിയർ? ഇവിടുന്ന് n-ന്റെ വാല്യൂ നമുക്ക് സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, that 2 students appeared for an entrance examination. One of them secured 15
marks more than the other and his mark are 80% of the sum of their marks. What are the marks obtained by each of them? അപ്പോൾ രണ്ട് പേരുടെയും മാർക്കാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇവിടെ പറയുന്നത് രണ്ട് പേരാണ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയത്. വൺ ഓഫ് ദം സെക്യൂർഡ് 15% മാർക്സ് മോർ ദാൻ അതർ. അതായത് ഇപ്പൊ എന്താ, ആദ്യത്തെ ആളും ഇപ്പൊ രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ആള് സ്കോർ ചെയ്തത് എക്സ് മാർക്കാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ആൾ എത്ര സ്കോർ ചെയ്യും? അതിനേക്കാളും 15 മാർക്ക് കൂടുതൽ എന്ന് പറഞ്ഞു. സോ x+15 ആയിരിക്കും ഫസ്റ്റത്തെ ആള് സ്കോർ ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞു? ഹിസ് മാർക്സ് ആർ 80% ഓഫ് ദ സം ഓഫ് ദിയർ മാർക്ക്. അപ്പോ ഈ ഫസ്റ്റത്തെ ആളെ മാർക്ക് എന്ന് പറയുന്നത്, അതായത് x+15 എന്ന് പറയുന്നത് രണ്ടുപേരുടെയും സമ്മിന്റെ 80% ആണ്. അപ്പൊ രണ്ടുപേരുടെയും സം എത്രയാണ്? ആദ്യത്തെ ആള് എക്സ് ആണ്, രണ്ടാമത്തെ ആള് x+15 ആണ്. അപ്പൊ ഇവിടെ രണ്ടുപേരുടെയും സം എത്രയാണ്? 2x+15 ആണ്. ക്ലിയർ? 2x+15 ആണ്. അപ്പോൾ രണ്ടുപേരുടെയും സം എന്ന് പറയുന്നത് 2x+15 ആണ്. അതിന്റെ എത്രയാണ്? അതിന്റെ 80% ആദ്യത്തെ ആളെന്ന് പറയുന്നു. അതിന്റെ 80% എത്രയാണ്? 80/100. സോ ഇതും കട്ട് ചെയ്തു, ബാക്കി എന്ത് കിട്ടും? 4/5 എന്ന് കിട്ടും. ക്ലിയർ? ഇനി 5 കൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5x+15 × 5 75 ഈക്വൽ ടു 8x പ്ലസ് ഇതിൻ്റെ ഇത് എത്രയാണ്? 60. അതായത് ബ്രാക്കറ്റിന്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 4 കൊണ്ട് രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ 60 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? 5 ഇങ്ങോട്ട് കൊണ്ടുപോവാം. സോ 3x ഈക്വൽ ടു എന്ത് കിട്ടും? 15 ആണെന്ന് കിട്ടും. x ഈക്വൽ ടു എന്ത് കിട്ടും? 15/3 5 ആണെന്ന് കിട്ടും. അപ്പൊ x എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടി. വാട്ട് ആർ ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഈച്ച് ഓഫ് ദം? രണ്ടുപേരുടെയും മാർക്കാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ആള് എക്സ്, സോറി രണ്ടാമത്തെ ആള് എക്സ്, അപ്പോ 5 ആണ്. ഇനി മറ്റാൾ എത്രയാണ്? x+15 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പൊ 5ഉം 20ഉം ആണ് മാർക്ക്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ സേവ്സ് 30% ഓഫ് ഹിസ് മന്ത്ലി ഇൻകം. അപ്പോ എത്ര ശതമാനം സേവ് ചെയ്യുന്നു? അതായത് ഒരാള് അയാൾക്ക് ടോട്ടൽ 100 രൂപയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. അതിന്റെ 30% അയാൾ സേവ് ചെയ്യും. അപ്പോൾ അയാൾ എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ബാക്കി 30 സേവ് ചെയ്താൽ ബാക്കി എത്രയാ? 70 ആണ് എക്സ്പെൻഡിച്ചർ. ഇത് നമ്മുടെ ഫസ്റ്റത്തെ കാര്യം പറഞ്ഞു. 30% സേവ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ഇഫ് ദ മന്ത്ലി ഇൻകം ഇൻക്രീസ്ഡ് ബൈ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, മന്ത്ലി ഇൻകം ഇൻക്രീസ്ഡ് ബൈ 10%, 10% ഇൻകം ഇൻക്രീസ് ആയി. നേരത്തെ ഉണ്ടായത് 100 ആണ്, അതിന്റെ 10% കൂടിയാൽ നമുക്കറിയാം ഒരു പ്ലേസ് മാറ്റുക, എന്ത് കിട്ടും? 10 കിട്ടും. അപ്പോൾ 110 ആണ് പുതിയ ഇൻകം. ക്ലിയർ? ഇതെന്താണ്? ഇൻകം. അങ്ങനെ ആകുമ്പോൾ then saves 20% more than the previous saves. അതായത് പ്രീവിയസ് എത്രയാ ചെയ്തത്? 30, അതിനേക്കാളും 20% മോർ സേവ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇതിന്റെ 20% കൂട്ടണം. ഇതിന്റെ 20% കൂട്ടാൻ എങ്ങനെയാ? ഇങ്ങോട്ടൊരു പ്ലേസ് മാറ്റിയാൽ നമുക്ക് 10%. അപ്പൊ അതിന്റെ 2 ചെയ്താൽ 20% കിട്ടും. അപ്പോൾ 3 × 2 6 കിട്ടും. സോ 36 ആണ് പുതിയ സേവിങ്സ്. ക്ലിയർ? 20% ഇൻക്രീസ് ചെയ്താൽ 36 ആണ് പുതിയ സേവിങ്സ്. ഇനി എന്താ പറഞ്ഞത്? ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എക്സ്പെൻഡിച്ചറിൽ എത്ര ഇൻക്രീസ് ആയി എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നേരത്തെ ഇക്വേഷൻ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എക്സ്പെൻഡിച്ചറിൽ എത്ര ഇൻക്രീസ് ആവും? ഇവിടെ നോക്കിയേ, അതായത് സേവിങ്സ് 30, അങ്ങനെ ആകുമ്പോൾ എക്സ്പെൻഡിച്ചർ 70. സോ ടോട്ടൽ 100 കിട്ടി. ഇനി 36 സേവിങ്സ് ആയി. ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? ഇൻകം എന്ന് പറയുന്നത് 110 ആണ്. അപ്പോൾ സേവിങ്സ് എത്രയാണ്? എക്സ്പെൻഡിച്ചർ എത്രയാ? 110 36 മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ 74 ആണ് ഇയാളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അതായത് സേവിങ്സ് പ്ലസ് എക്സ്പെൻഡിച്ചർ ചെയ്താൽ എന്ത് കിട്ടും? ഇൻകം കിട്ടും. ക്ലിയർ? സേവിങ്സും എക്സ്പെൻഡിച്ചറും കൂട്ടിയാൽ ഇൻകം കിട്ടും. ഇവിടെ നമ്മൾ നോക്കിയേ, 74 ആണ് എക്സ്പെൻഡിച്ചർ കിട്ടുക. ഇനി ചോദിക്കുന്നത് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ആയത്? അതായത് ആദ്യം 70 ഉണ്ടായി, ഇപ്പോൾ 74 ആയി. അപ്പൊ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു? ഇവിടെ നമ്മൾ എങ്ങനെ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു കണ്ടുപിടിക്കാൻ? നമ്മളെ ഡിനോമിനേറ്ററിൽ ഏതിനെ ബേസ് ചെയ്തിട്ട്? ഇതിനെ ബേസ് ചെയ്തിട്ട് 70 ഇടുക.
എത്ര കൂടി? 4 കൂടി. സോ ഇൻറ്റു 100 ഇടാം. ഇതും ക്യാൻസലായി. ബാക്കി 40/7 ചെയ്യാം. 40/7 ചെയ്താൽ എത്ര കിട്ടും? 5 പോയിന്റ് സംതിങ് ആയിരിക്കും. കാരണം 7 × 5 35, 7 × 6 42. ക്ലിയർ? അപ്പോൾ 5 പോയിന്റ് 5 പോയിന്റ് ഉള്ള വാല്യൂ ഒറ്റൊന്നുമേ ഉള്ളൂ, അത് തന്നെ ആയിരിക്കും ആൻസർ. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 35% ഓഫ് എ നമ്പർ ഈസ് ദ സെയിം ആസ് 30% ഓഫ് അനദർ നമ്പർ. അതായത് ഒരു നമ്പർ നമുക്ക് എ എന്ന് വിചാരിക്കാം. ആ നമ്പറിന്റെ 35%, സോ 35/100 എന്ന് പറയുന്നത് 30% ഓഫ് ദ അനദർ നമ്പർ. മറ്റേ നമ്പറിന്റെ 30% ആണ്. മറ്റേ നമ്പർ എത്രയാ? ബി എന്ന് വിചാരിക്കാം, അതിന്റെ 30%. സോ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ, സിമ്പിൾ ആയിട്ട് ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. ഇതും ക്യാൻസൽ ചെയ്യാം. പിന്നെന്താ ഉള്ളത്? ബാക്കി നോക്കിയാൽ എന്നാ a/b എന്ന് ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ a/b എന്ന് പറയുന്നത്, ബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, a/b കിട്ടി. ഇവിടെ 30 ഉണ്ട്, 35നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 35. സോ ഇത് 5 കൊണ്ട് കട്ട് ചെയ്താൽ എത്ര കിട്ടും? 6/7. ഇവിടെ a/b എന്ന് പറയുന്നത് എന്താണ്? 6:7 ആണ്. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് റേഷ്യോയിലത്തെ ക്വസ്റ്റ്യൻ. റേഷ്യോ ആണ്, പെർസെൻറ്റേജ് ആണ്, രണ്ടും വന്നിട്ടുണ്ട് ഇതിൽ. ക്ലിയർ? അപ്പോൾ a/b എന്ന് പറയുന്നത് 6:7 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈസ് ഓഫ് എ ബുക്ക് വാസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് 20%, ദെൻ റെഡ്യൂസ്ഡ് ഫസ്റ്റ് എത്രയാ? 25% ഇൻക്രീസ് ആയി. 25% ആദ്യം ഇൻക്രീസ് ആയി, പിന്നെ എത്രയാ? 20% ഡിക്രീസ് ആയി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ ഇറ്റ്സ് ഒറിജിനൽ പ്രൈസ്? അപ്പോൾ ഒറിജിനൽ പ്രൈസിൽ എത്ര ചേഞ്ച് വന്നു എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എത്രയാ? 20% ഇൻക്രീസ് ആയി. സോ പ്ലസ് 25% ഇൻക്രീസ് ആയി, പ്ലസ് 25. പിന്നെന്താ? 20% കുറഞ്ഞു, സോ -20. പിന്നെന്താ? ഇൻക്രീസ് ചെയ്തു, ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് വരും. 25 × 20/100. സോ ഇങ്ങനെയല്ല കിട്ടുക. ഇനി എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. 4 കിട്ടി, ഇതും കട്ട് ചെയ്ത് 5 കിട്ടി. ക്ലിയർ? അപ്പൊ 20 25 20 പോയാൽ 5, -5 ചെയ്താൽ 0. സോ നോ ചേഞ്ച് ആണ് വരിക, നോ ചേഞ്ച്. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇവിടെ നമ്മൾ a+b + a × b ചെയ്യുക, /100. ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഡിക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടേമിലൊക്കെ മൈനസ് വരും. ക്ലിയർ? അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കുക. നമ്മൾ എക്സാമിന് നമ്മളിതില്ല, ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കുക. ഇഫ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ, അതായത് നമ്മൾ എന്താ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് വന്നിട്ടില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെയിൻ എക്സാമിന്, അറബി എക്സാംസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വന്നത് എന്താണ്? ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ പ്ലോട്ട് ഓഫ് എ ലാൻഡ് ആർ ഇൻക്രീസ്ഡ് ബൈ എത്രയാ? 10%, 8% റെസ്പെക്റ്റീവ്ലി. ദെൻ ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് വിൽ ഇറ്റ് ഏരിയ? അപ്പൊ ഇവിടെ ഏരിയ എത്രയാണ് ഇൻക്രീസ് ആവുന്നതെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ഒരു റെക്ടാംഗിൾ ഇതാണ്, ലെങ്ത് ബ്രെഡ്ത്ത്. അപ്പൊ ഇതിന്റെ ഏരിയ എന്താണ്? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ പറയുന്നു ലെങ്ത് കൂടി ബ്രെഡ്ത്തും കൂടി, അങ്ങനെ പറയുമ്പോൾ ഏരിയ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഇവിടെ പറയുന്നത് നമുക്ക് സാധാരണ മെത്തേഡ് വെച്ച് ആദ്യം ചെയ്യാം. ലെങ്ത് എത്രയാ? 10% കൂടി. അപ്പൊ ലെങ്ത്തിന്റെ 10% കൂടിയാ 110/100 ഇൻറ്റു ബ്രെഡ്ത്ത് എത്ര കൂടി? 8% കൂടി. സോ 108 ഇത്. ഇതാണ് നമ്മുടെ ഫോർമുല. പക്ഷേ അപ്പൊ ഇത് നോക്കിയാലേ എങ്ങനെയാണ്? അതായത് നമുക്ക് L × B × 110 × 108/100. അപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സക്സസീവിന്റെ ഫോർമുല തന്നെയാണ് ഉള്ളത്. അതായത് നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ, ഒരു 10% കൂടി പിന്നെ 20% കൂടി എന്ന് വെച്ചാൽ, അതായത് ഒരു നമ്പറിന്റെ 10% കൂടി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 110 എന്ന് എടുക്കും. പിന്നെ അതിന്റെ 20% കൂടി എന്ന് വെച്ചാലോ വീണ്ടും 120/100 എന്ന് എടുക്കും. ഇത് തന്നെയാണ് സക്സസീവ് ചേഞ്ച്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് ഇൻറ്റു വന്നാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഒക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതുപോലെ സക്സസീവ് ചേഞ്ചിന്റെ ഫോർമുല യൂസ് ചെയ്താൽ മതി.
അതായത് ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം, ആദ്യം 10% ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ 10, അതായത് നമ്മൾ ഈ ഫോർമുല a+b+a×b/100 ഇത് ചെയ്താൽ മതി. സക്സസീവ് ചേഞ്ചിന്റെ ഫോർമുല ചെയ്താൽ മതി. കാരണം ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമുക്ക് സെയിം സക്സസീവ് ചേഞ്ചിന്റെ ഫോർമുല തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താ 10 കൂടി, പിന്നെ എന്താ 8 ഇൻക്രീസ് ചെയ്തു, പ്ലസ് 10 × 8/100 എന്താ 18 + 80/100 എന്ത് കിട്ടും 4/5. ക്ലിയർ? സോ 18ന്റെ കൂടെ 4/5. സോ എന്താ 4/5 പറഞ്ഞാൽ എത്രയാണ്? 0.8 സംതിങ് വരും. 18.8 സംതിങ് എത്രയാ? ഇത് ഇൻക്രീസ് ചെയ്യുന്നതാണോ ഡിക്രീസ് ചെയ്യുന്നതാണോ? ഇൻക്രീസ് ആണ്, കാരണം രണ്ടും ഇൻക്രീസ് ആയെന്ന് പറഞ്ഞു. സോ എന്തായാലും ഇൻക്രീസ് ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 18.8% ഇൻക്രീസ് ആവുന്നു. ക്ലിയർ? അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ ചെയ്തതാണ്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇൻ ആൻ ഇലക്ഷൻ there were only 2 candidates. അപ്പോൾ 2 കാൻഡിഡേറ്റേ ഉള്ളൂ ഒരു ഇലക്ഷനിൽ. അപ്പോൾ ദ വിന്നർ കാൻഡിഡേറ്റ്, അപ്പോൾ ടോട്ടൽ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ടോട്ടൽ 100 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം, 100%. അതിൽ 48% വിന്നർക്ക് കിട്ടി. വിന്നർക്ക് എത്ര കിട്ടി? 48% കിട്ടി. ഇനിയോ ഹിസ് ഓപ്പോണന്റ് ഗോട്ട് 6800 ആണ് ഒപ്പോണന്റിന് കിട്ടിയത്, വിച്ച് വാസ് 34% ഓഫ് ദ ടോട്ടൽ വോട്ട്സ്. ടോട്ടൽ വോട്ടിന്റെ 34% ആണ് എന്താ ഒപ്പോണന്റിന് കിട്ടിയത്. അപ്പോൾ ഒപ്പോണന്റിന് കിട്ടിയത് 34% ആണ് കിട്ടിയത്. ക്ലിയർ? സം ഓഫ് ദ വോട്ട്സ് വെയർ, അതായത് ഇൻവാലിഡ് ആയിട്ടുള്ള വോട്ടും ഉണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇൻവാലിഡ് ആയിട്ടുള്ള വോട്ടും ഉണ്ട്. അതായത് ഇത് എത്രയാണ്? 48ഉം 34. വിന്നർക്ക് 48% കിട്ടി, ഒപ്പോണന്റിന് 34% കിട്ടി. അപ്പൊ എത്രയായി ടോട്ടൽ? നമുക്ക് നോക്കിയേ, ഇൻവാലിഡ് വോട്ട് എത്രയാണ് വരിക? ഇൻവാലിഡ് വോട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 100 ആണുള്ളത്. അതിൽ നിന്ന് വിന്നർക്ക് എത്ര കിട്ടി? 48 കിട്ടി. ഒപ്പോണന്റിന് എത്ര കിട്ടി? 34 കിട്ടി. സോ ടോട്ടൽ നിന്ന് ഇവർക്ക് 2 പേർക്കും കിട്ടിയത് മൈനസ് ചെയ്താൽ, ആകെ 2 പേരെ ഇലക്ഷനിലുള്ളൂ, ഇവർക്ക് 2 പേർക്ക് കിട്ടിയത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കി ഇൻവാലിഡ് ആയിട്ടുള്ള വോട്ട് എത്രയാണെന്ന് കിട്ടും. അപ്പൊ 100ന്ന് നമ്മൾ എത്രയാ? 82 മൈനസ് ചെയ്യാം. ബാക്കി 18 ആണ് ഇൻവാലിഡ് ആയിട്ടുള്ള വോട്ട്, 18%. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 34% എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കിയാൽ 34% എന്ന് പറഞ്ഞാൽ 6800 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ 1% എന്ന് പറഞ്ഞാൽ 6800/34 എന്ത് കിട്ടും? 200 ആണെന്ന് കിട്ടും. ക്ലിയർ? 1% എന്ന് പറഞ്ഞാൽ 200 ആണെന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട എന്താ? the winning margin of the candidate who won the election and the number of invalid vote. അപ്പോൾ വിന്നിംഗ് മാർജിനും കണ്ടുപിടിക്കണം, ഇൻവാലിഡ് വോട്ടും കണ്ടുപിടിക്കണം. ഇതാണ് ഇൻവാലിഡ് വോട്ട്, 18%. സോ ഇൻവാലിഡ് വോട്ട് എന്ന് പറഞ്ഞാൽ 18%. ആ 18% ഇപ്പോൾ 1% നമുക്ക് എത്ര കിട്ടി? 200 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 18% എന്ന് പറയുന്നത് എത്രയാണ്? 200 × 18. സോ 36, അതായത് 18 × 2 36, 2 0, 3600 ആണ് ഇൻവാലിഡ് വോട്ട്. 3600 എല്ലാത്തിലും 3600 ആണ് ഉള്ളത്. ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യണ്ടേ? വിന്നിംഗ് മാർജിൻ നോക്കിയാലോ. അതായത് 48 ആണ് വിന്നർക്ക് കിട്ടിയ പെർസെൻറ്റേജ്, 34 ആണ് ഒപ്പോണന്റിന് കിട്ടിയത്. സോ വിന്നിംഗ് മാർജിൻ എന്ന് പറയുന്നത് എത്രയാണ്? 48 - 34 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 14 14% എന്ത് കിട്ടിയത്? വിന്നിംഗ് മാർജിൻ. സോ 1% എന്ന് പറഞ്ഞാൽ 200, 14% എന്ന് പറഞ്ഞാൽ 14 × 200 നമുക്ക് എന്ത് കിട്ടും? 2800 എന്ന് കിട്ടും. സോ 2800ഉം 3000. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ, ആവറേജ് ഓഫ് 5 കൺസിക്യൂട്ടീവ് നമ്പർ ഈസ് 50. അപ്പോൾ അടുത്തടുത്തുള്ള 5 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 50. ഇപ്പൊ ഞാൻ ആദ്യം ഈ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യം പറഞ്ഞു, ആവറേജ് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. എന്താ? അടുത്തടുത്തുള്ള കുറച്ച് നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് അതിന്റെ സെൻട്രലുള്ള വാല്യൂ ആയിരിക്കും. ഇവിടെ എന്താ? 5 നമ്പർ ഉണ്ട്. അപ്പൊ കറക്റ്റ് സെൻട്രൽ ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടുമല്ലോ. മൂന്നാമത്തെ വാല്യൂ കറക്റ്റ് സെൻട്രലായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കിയാൽ x ഫസ്റ്റത്തെ വാല്യൂ, സെക്കൻഡ് x+1, തേർഡ് x+2,
2, ഫോർത്ത് എക്സ് പ്ലസ് 3, ഫിഫ്ത്ത് വാല്യൂ എക്സ് പ്ലസ് 5. ഇതായിരിക്കും ടോട്ടൽ എത്രയാ ഇതിന്റെ വാല്യൂസിന്റെ സമ്മ്. ഡിവൈഡ് ബൈ 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞു? നമുക്ക് 50 കിട്ടുമെന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം അറിയാം, അടുത്തടുത്തുള്ള വാല്യൂസ് ആണെങ്കിൽ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സെൻട്രലുള്ള വാല്യൂ ആയിരിക്കും. ഇവിടുത്തെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഇതായിരിക്കും ഇതിന്റെ ആവറേജ്. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 50. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് 48 ആയിരിക്കും. ക്ലിയർ? ഇതാണ് ആവറേജ് നമുക്ക് കിട്ടാം. സോറി, എക്സിന്റെ വാല്യൂ കിട്ടാം. ഇനി ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഇതല്ല, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൊഡക്റ്റ് ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ്. ലാർജസ്റ്റിന്റെയും സ്മോളസ്റ്റിന്റെയും പ്രൊഡക്റ്റ്. ലാർജസ്റ്റ് ഇതാണ്, സ്മോളസ്റ്റ് ഇതാണ്. സോ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എത്രയാണ് ഇത്? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 അല്ലേ? എക്സ് പ്ലസ് 4 അതിൻ്റെയും ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അതിൻ്റെയും പിന്നെന്താ ഫോർത്ത് ആൻഡ് സെക്കൻഡ്, ഫോർത്തിൻ്റെയും സെക്കൻഡിൻ്റെയും പ്രൊഡക്റ്റിന്റെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3, ഇതിന്റെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. എന്താണ്? ഇപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി അതല്ല, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാണ്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടും. കാരണം എന്താ? ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ. ഇവിടെ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4x കിട്ടും. മൈനസ് ഇവിടെ ചെയ്യുമ്പോഴോ എക്സ് ഇൻറ്റു എക്സ്, അതായത് എക്സ് സ്ക്വയർ കിട്ടും. പിന്നെ എക്സ് ഇൻറ്റു ഇത് 3x കിട്ടും. 1x ഇൻറ്റു എക്സ് 1x കിട്ടും. സോ ടോട്ടൽ 4x കിട്ടും. പിന്നെ ഇത് ഇൻറ്റു ഇത് പ്ലസ് 3 ആണെന്ന് കിട്ടും. ഇത് നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3 എന്ന് കിട്ടും. സോ ഇവിടെ ഇതും ഇതും ക്യാൻസലായി, ഇതും ക്യാൻസലായി. ബാക്കി എന്താ? -3 മാത്രമാണ് ബാക്കി വരിക. സോ ആൻസർ എന്താണ്? -3 ആണ് ആൻസർ. ക്ലിയർ? അങ്ങനെ സിമ്പിൾ ആയി നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് എന്താ, എക്സിന്റെ വാല്യൂ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത്ര എഴുതിയാലും നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലേ? അതായത് നമ്മൾ എങ്ങനെയാ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക? അതായത് എന്താണ്? എക്സ് പ്ലസ് 1 ഇൻറ്റു നമ്മളെന്താ എക്സ് പ്ലസ് 3. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എങ്ങനെയാ ചെയ്യാം? ആദ്യം നമ്മൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, എക്സ് സ്ക്വയർ. പിന്നെ എന്ത് ചെയ്യാം? ഇതും മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് 3x. നെക്സ്റ്റ് ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് എക്സ്. പിന്നെ ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് 3. സോ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3. അപ്പൊ ഇങ്ങനെയാണ് കിട്ടുക. ക്ലിയർ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ റീന ഇൻ 16 എക്സാംസ് ഈസ് 26. അതായത് റീന 16 എക്സാംസിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 26 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. റീന എന്ന് പറയുന്നത്, റീനയുടെ ടോട്ടൽ മാർക്ക് എത്രയാണ്? ആള് 26 ആണ് ആവറേജ്. എത്ര എക്സാം ആണ്? 16 എക്സാം കൂടി 26 ആണ് ആവറേജ്. അപ്പൊ ടോട്ടൽ എത്ര കിട്ടും? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 × 6 36, പിന്നെ 1 416 ആണ് റീനയുടെ ടോട്ടൽ മാർക്ക്. ഇനി ദ ആവറേജ് മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ ശ്രേയ ടിൽ നൗ ഈസ് 24, ബട്ട് ഷീ ഹാസ് ടേക്ക് ഓൺലി 12 എക്സാം. അപ്പോൾ ശ്രേയ എന്ന് പറയുന്നത്, ശ്രേയന്റെ ടോട്ടൽ കണ്ടുപിടിക്കാൻ നമുക്കിപ്പോൾ നോക്കിയാൽ ആള് 12 എക്സാം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ 24 ആണ് ആവറേജ്. 12 എക്സാമിനും കൂടിയിട്ട് 24 ആണ് ആവറേജ്. അപ്പോൾ ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും? 24 × 12. ക്ലിയർ? അതായത് നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ ആണ്. അപ്പൊ ആവറേജ് കിട്ടിയാൽ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ആവറേജിന്റെ കൂടെ സമ്മ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്താൽ സമ്മ് കിട്ടും. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് എന്താ? ശ്രേയന്റെ ടോട്ടൽ കിട്ടി. ശ്രേയന്റെ ടോട്ടൽ, അതായത് ഇതുവരെയുള്ള എക്സാം 12 എക്സാമിന്റെ ശ്രേയന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 24 × 12 ആണ്. സോ 24 × 12 നമുക്ക് എത്ര കിട്ടും? 4 × 2 8. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ആദ്യം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, 8. പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 8 കിട്ടും, 2 കിട്ടും. അല്ലെങ്കിൽ എന്താ? 240 × 10 ചെയ്യാം. സോറി, 24 × 10 ചെയ്യാം, 240 കിട്ടും, പ്ലസ് 48 88 288 കിട്ടും. അപ്പൊ ഇതാണ് ശ്രേയന്റെ ടോട്ടൽ. ഇനി എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ആവറേജ് മാർക്ക് ദാറ്റ് ശ്രേയ ഹാസ് ടു ബി ഒബ്റ്റൈൻഡ് ഇൻ ദ റിമൈനിങ് 4 എക്സാം. അതായത് 12 എക്സാം ആണ് ഇപ്പൊ കഴിഞ്ഞത്.
ബാക്കിയുള്ള 4 എക്സാമിനും കൂടിയിട്ട് ശ്രേയ എത്ര മാർക്ക് സ്കോർ ചെയ്യണം എങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് 26 ആകും. ആസ് വെൽ ആസ് അതായത് റീനയുടെ ആവറേജിന്റെ അത്ര തന്നെ ശ്രേയന്റെ ആവറേജ് ആവും. അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഡിഫറൻസ് നമ്മൾ ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. അതായത് എത്ര മാർക്ക് വേണം, അതായത് റീനയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 416 ആണ്, ശ്രേയന്റെ 288 ആണ്. പിന്നെ ബാക്കിയുള്ള 4 എക്സാമിനും കൂടിയിട്ട് എത്ര മാർക്ക് സ്കോർ ചെയ്യണം? ആവറേജ് സെയിം ആവണമെങ്കിൽ ടോട്ടൽ സെയിം ആവണം. കാരണം എന്താ, നമ്പർ ഓഫ് എക്സാം സെയിം അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് സെയിം ആവണം. അപ്പൊ ഇപ്പൊ 416 ആണ് റീനക്കുള്ളത്, ശ്രേയക്ക് 288. അപ്പൊ ഇതിന്ന് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 8, 2, 1 128 മാർക്കും കൂടെ ബാക്കി 4 എക്സാമിനും കൂടി വേണം. എത്രയാണ്? 4 എക്സാമിനും കൂടിയിട്ട് 128 മാർക്ക് വേണം. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് 128/4. സോ 32 ആണ് കിട്ടുക. 32 മാർക്ക് ആവറേജ് വേണം. ബാക്കി 4 എക്സാമിനും കൂടിയിട്ട് 32 മാർക്ക് ആവറേജ് വേണം. സോ ഓപ്ഷൻ ഏതാണ്? ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആവറേജ് ഏജ് ഓഫ് 35 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഈസ് 15 ഇയേഴ്സ് വെൻ ടീച്ചേഴ്സ് ഏജ് ഈസ് ഓൾസോ ഇൻക്ലൂഡ്. അപ്പൊ ഇത് മറ്റൊരു ടൈപ്പ് ആണ്. അതായത് കുറച്ച് പേരുടെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്, പിന്നെ എക്സ്ട്രാ ഒരാളും കൂടെ ആഡ് ചെയ്തു, അപ്പൊ ആവറേജിൽ ചേഞ്ച് വന്നു. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ വന്ന ആളുടെ ആവറേജ് എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിക്കുന്നുണ്ട്. സിമ്പിൾ ആണ്. നമുക്ക് സാധാരണ മെത്തേഡിൽ എങ്ങനെ ചെയ്യാം, ഷോർട്ട് കട്ടിൽ എങ്ങനെ ചെയ്യാം നോക്കാം. അതായത് 35 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണെന്ന് തന്നു. ഇനി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അവരുടെ ഏജ് എത്രയായിരിക്കും? ടോട്ടൽ ഏജിന്റെ ആവറേജ് എത്രയായിരിക്കും? 15 × 35 എത്രയാ? 525 ആണ് കിട്ടുക. ക്ലിയർ? ഇനി ടീച്ചറും കൂടെ വന്നു, അപ്പോൾ 36 ആളായി, 35 + 1 ആയി. അങ്ങനെ ആകുമ്പോൾ എന്ത് പറഞ്ഞു? വെൻ ദ ടീച്ചർ ഈസ് ഓൾസോ ഇൻക്ലൂഡ് ദ ആവറേജ് ഏജ് ഇൻക്രീസ്ഡ് ബൈ 1. നേരത്തെ 15 ഉണ്ടായത് 16 ആയി. സോ ഇൻറ്റു 16 കൂടെ ചെയ്യാം. അപ്പോൾ എന്താ, 36 × 16 ചെയ്താൽ ടോട്ടൽ എത്ര കിട്ടും? 6, 7, 576 എന്ന് കിട്ടും. അപ്പോൾ ആദ്യം ടീച്ചർ ഇല്ലാണ്ട് ടോട്ടൽ ഏജ് കിട്ടി, പിന്നെ ടീച്ചറേയും കൂട്ടിയിട്ട് ടോട്ടൽ ഏജ് കിട്ടി. ഇനി ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. ഇപ്പൊ ടീച്ചറിന്റെ ഏജ് കിട്ടും. എത്ര കിട്ടും? 1/5. 51 ആണ് ടീച്ചറിന്റെ ഏജ്. ക്ലിയർ? നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് മൈൻഡിലുള്ള കാൽക്കുലേഷൻ ചെയ്യാം. അതായത് നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. ആദ്യം ആവറേജ് എത്രയാണ്? 15 ആണ്. ടീച്ചറും കൂടെ വരുമ്പോൾ പുതിയ ആവറേജ് എത്രയായി? 16 ആയി. ക്ലിയർ? ഇപ്പൊ ടീച്ചറും കൂടെ വരുമ്പോൾ പുതിയ ആവറേജ് 16 ആയി. സോ ടീച്ചറിന്റെ ആവറേജും കൂടെ 16 ആയി. അങ്ങനെയാണെങ്കിൽ ഈ 35 പേരുടേതും ഒരു നമ്പർ വീതം ഇൻക്രീസ് ആവണം. ക്ലിയർ? ഈ 35 ആൾക്കാരുടേതും 1 വീതം ഇൻക്രീസ് ആവണം. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യുക? ഈ 16ന്റെ കൂടെ 35 കൂടെ കൂട്ടുക. സോ എന്ത് കിട്ടും? 51 ആണെന്ന് കിട്ടും. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരുടെയും സെയിം ആക്കുക എന്നതാണ് ആവറേജ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ടീച്ചർ വരുമ്പോൾ, ടീച്ചറിന് ഏജ് കൂടുതലാണ്, പക്ഷെ ടീച്ചർ വരുമ്പോൾ എന്തായി? ടീച്ചറിന്റെയും ആവറേജ് എല്ലാവരും സെയിം ആയി. ടീച്ചറിന്റെ നേരത്തെ 51 ആയിരുന്നു, കുട്ടികൾക്ക് 15 ആയിരുന്നു. അപ്പൊ ടീച്ചർ വരുമ്പോൾ എല്ലാവരുടെയും ഏജ് എന്തായി? ഈക്വലായി, 16 ആയി. അപ്പൊ ടീച്ചറിൻ്റെത് കുറഞ്ഞു, ഇവരത് കൂടി. അതല്ലേ സംഭവം? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും 16 ആയി. അപ്പൊ ടീച്ചറത് 16 ആയി. പ്ലസ് ബാക്കി കുറഞ്ഞത് എത്ര കുറഞ്ഞു അത്രയോ ആയിരിക്കും ഇവിടെ കൂടിയത്. ക്ലിയർ? ടീച്ചറത് എത്രയോ കുറഞ്ഞു, അത്രയും വാല്യൂസ് മറ്റാൾക്കാർക്ക് കൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അപ്പൊ എത്രയാണ് മറ്റാൾക്കാർക്ക് കൂടിയത്? 35 ആണ് കൂടിയത്. അതായത് ഓരോ ആൾക്കും ടോട്ടൽ 35 ആളുണ്ട്, അവരെ ഓരോ ആൾക്കും ഓരോന്ന് വീതം കൂടി, ടോട്ടൽ 31 കൂടി. അപ്പൊ ടീച്ചറത് 16 ആവറേജിലേക്ക് എത്തി, അതിന്റെ കൂടെ ടീച്ചറിന്റെ 35 മറ്റാൾക്കാർക്കും കൂടെ കൂട്ടിയിട്ട് അത് കൂടി. അതായത് ടീച്ചറിന്റെ ഇവിടുന്ന് കുറച്ചു, ആ കുറച്ചതൊക്കെ ഇവിടെ കൂടി. സോ 35 കൂടി. 16ന്റെ കൂടെ 35 കൂട്ടിയാൽ 51. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ മെത്തേഡ് ചെയ്യുക. ഇത് സിമ്പിൾ ആണ്, ജസ്റ്റ് മൈൻഡിൽ ആലോചിച്ചാൽ മതി. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് ടീച്ചറിന്റെ ഏജ് ഇതാണ്. ടീച്ചറിന്റെ ഏജ് 51 ആണ്. അത് നമുക്ക് അറിയില്ല, പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ ആ കോൺസെപ്റ്റ് കിട്ടാൻ ഞാൻ പറയുന്നതാണ്. ഇനി കുട്ടികളുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ഇനി ടീച്ചർ ഇവരെ കൂടെ വന്നു. ടീച്ചർ ഇവരെ കൂടെ വരുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ,
ടീച്ചർ ഇവരുടെ കൂടെ ആഡ് ചെയ്താൽ എല്ലാവരുടെയും ആവറേജ് എന്ന് പറയുന്നത് 16 ആയി. അപ്പൊ എന്തായി, ഇവിടെയുള്ള ഓരോ ആൾക്കാരുടെയും 35 ആൾക്കാരുടെയും എന്താ 1 വീതം ഇൻക്രീസ് ആയി. ടോട്ടൽ 35 ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടുന്ന് എല്ലാവരും 1 വീതം ഇൻക്രീസ് ആണ്. ടോട്ടൽ 35 ഇവിടുന്ന് കൂടണം. ആ 35 നമുക്ക് എവിടെ നിന്ന് കിട്ടാം? അതായത് ടീച്ചറിന്റെ 16ലേക്ക് കുറയ്ക്കണം. അപ്പൊ ഇവിടുന്ന് ബാക്കിയുള്ള 35 ഇവരത് കൂടി. അങ്ങനെയാണ് ആവറേജ് എന്ന് പറയാം. ക്ലിയർ? അതാണ് ആവറേജ്. ഈ കോൺസെപ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ആൻസർ എന്താ? 51 ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് വെയിറ്റ് ഓഫ് 14 സ്റ്റുഡൻറ് ഓഫ് എ ക്ലാസ് ഈസ് 20 kg. അതായത് ടോട്ടൽ വെയിറ്റ് എത്രയാ? ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് 14 ആൾക്കാരുടെ വെയിറ്റ് എത്രയാണ്? 14 × 20 ആണ്. അതായത് 14ന്റെ ആവറേജ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 14 × 20 എത്ര കിട്ടും? 280 എന്ന് കിട്ടും kg. ഇതാണ് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഇഫ് എ സ്റ്റുഡൻറ് ലീവ്സ് ദ ക്ലാസ്, ദ ആവറേജ് വെയിറ്റ് ഓഫ് എ ക്ലാസ് ഡ്രോപ്സ് 2 kg. അതായത് നേരത്തെ ഒരാൾ ആഡ് ചെയ്താണ്, ഇപ്പൊ ഒരാൾ പുറത്തേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ, ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്തു? അവരുടെ ആവറേജ് 2 ഡ്രോപ്പ് ആയി, 2 കുറഞ്ഞു. അതായത് നേരത്തെ ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 280 ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയി. ഒരാൾ പുറത്തേക്ക് പോയാൽ അയാൾ വെയിറ്റ് എക്സ് എന്ന് വിചാരിക്കാം. അപ്പൊ ബാക്കി എത്ര ആളുണ്ട്? ഇനി 13 ആൾക്കാരാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് എത്രയാണ്? നേരത്തെ ആവറേജ് 20 ആണ്. പുതിയ ആവറേജ് എന്ന് പറയുന്നത് 18 ആണ്. കാരണം 2 കുറഞ്ഞിട്ട് 18 ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി എന്താ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. അതായത് 13 ഇങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ 280 - x എന്ന് പറയുന്നത് 18 × 13 ആണ്. സോ ഇതെന്താ, ആദ്യം ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 8 × 3 24, 4 ശേഷം 2, പിന്നെ എന്ത് കിട്ടും? 3 കിട്ടും. ബാക്കി 1 × 1 2, 1 × 1 1 + 1 2 കിട്ടും. 234 കിട്ടുക. ഇനിയോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 280 - 234. സോ എന്ത് കിട്ടും? 46 ആണെന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ പോയ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 46 ആണെന്ന് കിട്ടും. ഇനി ഇതല്ല, നമുക്ക് നമ്മുടെ ഷോർട്ട് കട്ടില്ലേ മൈൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ആദ്യം ഈ ആൾക്കാരുടെ ഒക്കെ ആവറേജ് എന്താണ്? ആദ്യത്തെ ആവറേജ് എന്ന് പറയുന്നത് 20 ആണ്. ആദ്യത്തെ ആവറേജ് എന്ന് പറയുന്നത് 20 ആണ്. എല്ലാവരുടെ ആവറേജും 20 ആണ്. ഇനി മറ്റേയാൾ പോകുമ്പോൾ അതായത് ആദ്യത്തെ ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. ആദ്യം എല്ലാവരുടെ ആവറേജും 20 ആണ്. എല്ലാവരുടെ ആവറേജും 20 ആണ്. അതായത് ഇപ്പോൾ ഇവിടെ പോയാളുടേതും 20 ആണ്. ബാക്കിയുള്ള എല്ലാവരുടെയും 20 ആണ്. ഇനി ഇയാൾ പോകുമ്പോൾ എന്തായി? നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് 2 കുറഞ്ഞു, 18ലേക്ക് കുറഞ്ഞു. അപ്പോൾ ഇയാളെ കൂട്ടണ്ട, ഇയാളുടെ 20 അവിടെ മാറ്റി വെക്കുക. ആ 20 നമ്മൾ ഇവിടെ എടുത്തു. ബാക്കി എല്ലാ ആളുടേതും 2 വീതം കുറഞ്ഞു. ബാക്കി എത്ര ആളുണ്ട്? ബാക്കി 13 ആൾക്കാരുടേത് 2 വീതം കുറഞ്ഞു. ആ 2 വീതം കുറഞ്ഞെന്താ? ഇയാൾ പോയതുകൊണ്ടല്ലേ. ഇയാളുടേത് ആ 2 വീതം കുറഞ്ഞതൊക്കെ ഇയാളുടെ വെയിറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഇയാളുടെ ഒരു 20 ഉണ്ട്. പിന്നെ എല്ലാവരുടെയും 13 ആൾക്കാരുടെയും 2 വീതം കുറഞ്ഞ വെയിറ്റും ഇയാളുതാണ്. സോ 20 + 13 × 2 26. സോ 46. ഇങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ക്ലിയർ? അപ്പൊ ഈ മെത്തേഡ് മനസ്സിലായില്ലെങ്കിൽ ഈ ഫോർമുല വെച്ച് ചെയ്യാം. ഈ മെത്തേഡാണ് സിമ്പിളായി നമുക്ക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത എന്താ? ആവറേജ് വെയിറ്റ് ഓഫ് ഓൾ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ഗ്രൂപ്പ് ഈസ് 45. അപ്പോൾ എന്താ, ക്ലാസ്സിലുള്ള എല്ലാവരുടെയും ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 45 ആണ്. ക്ലാസ്സിൽ ഫുള്ള് ടോട്ടൽ നമുക്ക് എക്സ് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? എക്സ് ഇൻറ്റു ആവറേജ്. ആവറേജ് എത്രയാണ്? 45. ഇതാണ് ടോട്ടൽ വെയിറ്റ്. ഇഫ് 10 ചിൽഡ്രൻ ഓഫ് ദ ആവറേജ് വെയിറ്റ് ഓഫ് 42 ലീവ്, അതായത് 42 വെയിറ്റുള്ള 10 ആൾക്കാർ പോയി. അപ്പൊ എന്താണ്? 400 മൈനസ്, അതായത് ഇത് ടോട്ടൽ വെയിറ്റ് ആണ്. അതിൽ നിന്ന് 42 വെയിറ്റുള്ള 10 ആൾക്കാർ പോയി. സോ 420 മൈനസ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം? 2 ചിൽഡ്രൻ ഓഫ് ആവറേജ് 55 ഉള്ള 2 ആൾക്കാർ വന്നു. സോ ഇതിന്റെ കൂടെ എന്താ? 55 × 2 110 ഉള്ള ആൾക്കാർ ഇതിന്റെ കൂടെ ആഡ് ചെയ്തു. ജോയിൻ ദ ഗ്രൂപ്പ്. ദെൻ ആവറേജ് വെയിറ്റ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ ദ ഗ്രൂപ്പ് ഇൻക്രീസ്ഡ് ബൈ എത്രയാ? ആദ്യത്തെ ആവറേജ് എത്രയാ? 45. അതിന്റെ കൂടെ ഇതും കൂടെ കൂടി. സോ ഇപ്പൊ എത്രയാണ് ടോട്ടൽ ആൾക്കാർ? എത്രയാണുള്ളത്? അതായത്
ഇതാണ് ഇപ്പൊ നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടുക. അപ്പൊ ടോട്ടൽ ബാക്കി എത്ര ആൾക്കാരുണ്ട്? എക്സ് നിന്ന് 10 ആൾക്കാർ പോയിട്ട് 2 ആൾ വന്നു, ബാക്കി x-8 ആയിരിക്കും അല്ലേ? 10 സോറി എക്സ് നിന്ന് 10 ആൾക്കാർ പോയി 2 ആൾക്കാർ വന്നു, അപ്പൊ ശരിക്കും പോയത് എത്രയാ? 2 ആൾക്കാരാണ് പോയത്. അപ്പൊ ടോട്ടൽ ഉള്ളത് x-8 ആൾക്കാരാണ് ഉള്ളത്. അയാൾ അത്ര ഇൻറ്റു എത്രയാണ് ആവറേജ് വെയിറ്റ്? ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് നേരത്തെ 45 ആയിരുന്നു. അതിന്റെ കൂടെ ഇപ്പൊ എത്ര കൂടി? 1/5 കൂടി. അപ്പൊ ഇതിനെ നമുക്ക് നമ്മുടെ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. എങ്ങനെയാണ്? ഇതേ ഇൻറ്റു ഇത് 4 + 1 5/4. ഇതാണ് പുതിയ ആവറേജ്. അപ്പൊ ഈ പുതിയ ആവറേജ് എന്താണ്? ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180 + 5 185 185/4 ഇങ്ങനെയാണ് കിട്ടുക. ഇതാണ് പുതിയ ആവറേജ്. ഇത് പുതിയ ആവറേജിന്റെ കൂടെ പുതിയ ആൾക്കാർ നമ്പർ ഓഫ് പേഴ്സൺസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ കിട്ടും. സോ ഇതാണ് ഇവിടെ കിട്ടുന്നത്. ഇനി എന്താ ചെയ്യാം? 45x - 420 -420 110 310 ആണെന്ന് കിട്ടും. ഈക്വൽ ടു ഇവിടെ ചെയ്താൽ എന്ത് കിട്ടും? ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് ഇതുപോലെ ഇടാം. x-8 × 185/4. ഇനി ഈ 4 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 നേരെ ഇങ്ങോട്ട് വരുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? 4 ഇങ്ങോട്ട് വന്നാൽ 45 × 4 180 അല്ലേ? 180x - 1240 എന്ന് കിട്ടും. ഈ 4 ഇങ്ങോട്ട് വന്നാൽ 2നെയും മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. 310നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര? 1240 കിട്ടും. ഈക്വൽ ടു ബാക്കി ഇത് 185x - ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 0.841 ഇങ്ങനെ കിട്ടും. ഇനി ഇവിടെ നമുക്ക് എന്താ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിന് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്ത് കിട്ടും? 5x = എത്രയാ? 240 എന്ന് കിട്ടും. x = എന്താ? 240/5 എന്ന് കിട്ടും. എത്രയാ? 240/5 48 ആണെന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ 48 ആണെന്ന് കിട്ടി. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഗ്രൂപ്പ്. എക്സലിൽ നമ്മളെ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാ? 48 ആണെന്ന് കിട്ടി. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അതല്ല, നമുക്ക് നമ്മുടെ ഷോർട്ട് കട്ടിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് നമുക്കറിയാം 45 ആണ് നമ്മുടെ ആവറേജ് വെയിറ്റ്. ക്ലിയർ? 45 ആണ്. ഈ മെത്തേഡ് നമുക്ക് ആൻസർ എത്ര കിട്ടി? 48 ആണെന്ന് കിട്ടി. നമുക്ക് മറ്റൊരു മെത്തേഡ് നോക്കാം. അതായത് ആവറേജ് എന്ന് പറയുന്നത് 45 ആണ്. ക്ലിയർ? അപ്പൊ ഇതിൽ നിന്ന് ഈ ആവറേജ് 45 നിന്ന് 42 ഉള്ള 10 ആൾക്കാർ പുറത്തു പോയി. 42 ആവറേജ് ഉള്ള 10 ആൾക്കാർ പുറത്തു പോയി. അപ്പൊ എത്രയാണ് പുറത്തു പോയത്? 30. 42 ആൾക്കാരുള്ള 42 ആവറേജ് ഉള്ള ആൾക്കാരാണ് പുറത്തു പോയത്. സോ ഇവിടെ ബാക്കി എത്രയുണ്ട്? ബാക്കി 3. അപ്പോൾ കുറവ് വെയിറ്റ് ഉള്ള ആൾക്കാരാണ് പോയത്. അപ്പൊ ഇവിടെ എക്സ്ട്രാ നമുക്ക് 42 ഒന്നുകൂടെ പറയാം. 45 നമ്മുടെ ഇപ്പോഴത്തെ ആവറേജ്. പക്ഷേ 42 ഉള്ള 10 ആൾക്കാർ പുറത്തുപോയി. അപ്പൊ നമുക്ക് ബാക്കി പുറത്തു പോയത് കൊണ്ട് നമുക്ക് എത്രയാ? ഓരോ ആൾക്കാരുടെയും 3 എണ്ണം × 10 ടോട്ടൽ 30 നമുക്ക് ബാക്കി വന്നു. കാരണം കുറഞ്ഞ വെയിറ്റ് ഉള്ള ആൾക്കാർ പോകുമ്പോൾ നമുക്ക് 30, അതായത് ഓരോ ആൾക്കാർ 45 ആണ് വെയിറ്റ്, പക്ഷേ 42 വെയിറ്റ് ഉള്ള ആൾക്കാർ പോയി. സോ എന്താ? നമ്മൾ ഓരോ ആൾക്കാരുടെയും 3 വീതം നമുക്ക് 10 എണ്ണത്തിന്റെ 30 എണ്ണം നമുക്ക് കിട്ടി. അത് നമുക്ക് ബാക്കി വന്നു. പിന്നെന്താ പറയുന്നത്? 2 ആൾക്കാർ വന്നു. 2 ആൾക്കാർ വരുമ്പോൾ അവർക്ക് 55 വെയിറ്റ് ഉണ്ട്. നമ്മുടെ ആവറേജിനേക്കാളും കൂടുതലാണ്. സോ 2 ആൾക്കാർ വരുമ്പോൾ നമുക്ക് എന്താ? 10 കൂടും. 2 ആൾക്കാർ വരുമ്പോൾ 10 വീതം കൂടും. സോ അവിടെയും നമുക്ക് 20 എക്സ്ട്രാ വന്നു. നമ്മൾ ആവറേജിനേക്കാളും എക്സ്ട്രാ വന്നത് 20 ആണ്. ടോട്ടൽ നമുക്ക് 50 എക്സ്ട്രാ വന്നു. സോ ഈ 50 എക്സ്ട്രാ വന്ന ആർക്കാണ്? ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? x-8. അതായത് ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? അതായത് ഈ 50 ആൾക്കാർ 50 നമുക്ക് എക്സ്ട്രാ വന്നത്. ആ എക്സ്ട്രാ വന്നതാ? ആ എക്സ്ട്രാ വന്നതിനെ ഈ എത്ര കൂടിയത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് പേഴ്സൺസ് കിട്ടും. അപ്പോൾ എന്താ? 50 ഇതെത്രയാണ്? 5/4. 5/4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 40 എന്ന് കിട്ടും. പിന്നെ എക്സ്ട്രാ വന്ന ആൾക്കാർ എത്രയാണ്? 8. അതായത് എക്സ്ട്രാ പോയ ആൾക്കാർ എത്രയാ? ആദ്യം ഇത് 40 എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ആൾക്കാരാണ്. അപ്പൊ എക്സ്ട്രാ പോയ ആൾക്കാർ 8 കൂടെ കൂട്ടുമ്പോൾ 48 ആണെന്ന് കിട്ടും. ക്ലിയർ? ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം.
അതായത് നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവില്ല. 45 നമുക്ക് ടോട്ടൽ ആവറേജ് പറഞ്ഞത്. പക്ഷേ 42 ആവറേജ് ഉള്ള ആൾക്കാരാണ് പുറത്തു പോയത്. അങ്ങനെയുള്ള 10 പേര് പോയി. ഒരാൾ പോകുമ്പോൾ നമുക്ക് 3 എണ്ണം കിട്ടും. 10 പേര് പോകുമ്പോഴോ ടോട്ടൽ നമുക്ക് 30 എണ്ണം അവിടെ ബാക്കി വരും. അത് 30 എണ്ണം ബാക്കി വന്നു. ഇനി 55 2 വന്നു. നമുക്ക് ആവറേജ് എന്ന് പറയുന്നത് 45 അപ്പൊ 2 ആൾ വരുമ്പോൾ നമുക്ക് 20 കിട്ടി. സോ ടോട്ടൽ നമുക്ക് 50 എക്സ്ട്രാ വന്നു. 50 എക്സ്ട്രാ വന്നു. ഈ 50 എക്സ്ട്രാ വരുന്നത് മൂലം നമുക്ക് എന്താ 5/4 ഇൻക്രീസ് ആയ, ആവറേജിൽ 5/4 ഇൻക്രീസ് ആയി. ഈ 50 എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഓരോ ആൾക്കും 5/4 കിട്ടണം. 50 എന്ന് പറയുന്നത് ഓരോ ആൾക്കും 5/4 കിട്ടണമെങ്കിൽ 50/5/4 എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? 40 ആണെന്ന് കിട്ടും. അപ്പോൾ 40 ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നേരത്തെ എത്രയാണുള്ളത്? നേരത്തെ ഒരു 8 കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കൂടെ ഒരു 8 കൂടെ ആഡ് ചെയ്തു, 48 എന്ന് കിട്ടി. ഈ മെത്തേഡ് മനസ്സിലായില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. ഇത് കുറച്ച് നമ്മൾ മൈൻഡ് യൂസ് ചെയ്ത് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. ക്ലിയർ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 48 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മീൻ ഓഫ് 21 ഒബ്സർവേഷൻ ഈസ് 42. അപ്പൊ 21 ഒബ്സർവേഷന്റെ മീൻ എന്ന് പറയുന്നത് 42 ആണ്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 852 ആണെന്ന് കിട്ടി. ഇനി അടുത്തത്, ഇഫ് ഔട്ട് ഓഫ് 21 ഒബ്സർവേഷൻ മീൻ ഓഫ് ഫസ്റ്റ് 11, അപ്പൊ ആദ്യത്തെ 11ന്റെ മീൻ എത്രയാ? 50 ആണെന്ന് തന്നു. അപ്പൊ ആദ്യ ഫസ്റ്റ് 11 ഇൻറ്റു 50 ചെയ്ത് എത്രയാ? 50 ആണെന്ന് തന്നു. അപ്പൊ അതിന്റെ സം എത്രയാ? 550 ആണെന്ന് തന്നു. ഇനി അടുത്ത 11 സെക്കൻഡ് 11, അപ്പൊ എത്ര കിട്ടി? അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? സെക്കൻഡ് 11ന്റെ ആവറേജ് 35 ആണ്. അപ്പൊ എത്ര കിട്ടി? 11 ഇൻറ്റു 35 ചെയ്താൽ നമുക്ക് 385 ആണെന്ന് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയേ, ടോട്ടൽ 21 ആണ് ഉള്ളത്. അതില് ആദ്യത്തെ 11 പേരെ ആവറേജ് നമുക്ക് എത്രയാന്നു? 50 ആണെന്ന് തന്നു. പിന്നത്തെ 11 പേരെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണെന്ന് തന്നു. അപ്പൊ ഈ 11ാമത്തെ ആള് രണ്ടിലും കോമൺ ആണ്. 2 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ ഇത് നമ്മൾ കൂട്ടി നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? ഇത് നമ്മൾ കൂട്ടി നോക്കിയാൽ 5 3 9 935 ആണെന്ന് കിട്ടും. പക്ഷെ ആക്ച്വൽ ആയിട്ട് എത്രയാണ് ഇവരുടെ സമ്മ്? 852. പക്ഷെ ഇപ്പോതാ അതിൽ 11ാമത്തെ ആള് 2 പ്രാവശ്യം കൂട്ടിയോണ്ട് ഇങ്ങനെ കിട്ടി. സോ 935 882 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ആ കൂട്ടിയത് 2 പ്രാവശ്യം കൂട്ടിയ വില കിട്ടില്ലേ? 53 ആണെന്ന് കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ 11 innings the average score per innings of a batsman is 52. അപ്പോൾ 11ാമത്തെ ഇന്നിങ്സ് കഴിയുമ്പോൾ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് എത്രയാണ്? 52 ആണ്. സോ ടോട്ടൽ സ്കോർ എത്രയാണ്? 11 മാച്ചിൽ നിന്നും ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 11 ഇന്നിങ്സും ആവറേജ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 52. അപ്പൊ എന്ത് കിട്ടും? 572 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇതാണ് കിട്ടിയത്. ഇനി എന്താ പറഞ്ഞത്? ആഫ്റ്റർ 13th innings ആവറേജ് ഇൻക്രീസ് ടു 54. അപ്പോൾ അടുത്ത 13ാമത്തെ ഇന്നിങ്സ് കഴിയുമ്പോൾ, അപ്പൊ 13 ഇന്നിങ്സ് കഴിയുമ്പോൾ എത്രയാ ടോട്ടൽ സ്കോർ? എത്രയാ? 13 ഇൻറ്റു അപ്പോഴത്തെ ആവറേജ് 54. അപ്പൊ എന്ത് കിട്ടും? എത്ര കിട്ടും? 702 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇഫ് ദ ബാറ്റ്സ്മാൻ സ്കോർഡ് 60 more runs in 13th innings than the previous innings. അപ്പോൾ 12ാമത്തതും 13ാമത്തെയും നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ രണ്ട് ഇതിന് നോക്കിയാൽ 12ഉം 13ഉം കിട്ടണമെങ്കിൽ, അതായത് 12ാമത്തെ പ്ലസ് 13ാമത്തെ സ്കോർ കിട്ടണമെങ്കിൽ 11 വരെയുള്ളത് ഇത്രയാണ്. ഇനി 13 കഴിയുമ്പോൾ എത്രയാണ്? ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് 12ഉം 13ഉം കൂട്ടിയത് വാല്യൂ കിട്ടുമല്ലോ. 702 572 മൈനസ് ചെയ്താൽ നമുക്ക് 12 പ്ലസ് 13ന്റെ സ്കോർ കിട്ടും. എത്ര കിട്ടും? ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 130 കിട്ടും. അപ്പൊ 13ഉം 12ഉം ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 130 ആണ് സ്കോർ കിട്ടുക. ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താ? 13th innings 60 more in the 13th innings than the previous innings. അപ്പൊ 12ാമത്തേതിനേക്കാളും 16 റണ്ണ് 13ാമത്തെ ഇന്നിങ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 12ാമത്തെ നമുക്ക് എക്സ് ആണെങ്കിൽ 13ാമത്തെ എത്രയായിരിക്കും? എക്സ് പ്ലസ് 16 ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 130 ആണ്. 2x പ്ലസ് 16 എന്ന് പറയുന്നത് എത്രയാണ്? 130 ആണ്. 2x എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ
114 ആയിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 57 ആണ്. ക്ലിയർ? എക്സ് എന്ന് പറയുന്നത് 57 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചേ? സ്കോർ ഓഫ് 12th ഇന്നിങ്സ്. 12th ഇന്നിങ്സിനാണ് നമ്മൾ എക്സ് എന്ന് വിളിച്ചത്. അത് എത്രയാണ്? 57 ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് ഓഫ് 4 നമ്പർ. 4 നമ്പറിന്റെ ആവറേജ് എന്ന് പറയുന്നത്, അതായത് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് എത്രയാണ്? 26 എന്ന് പറഞ്ഞു. ആവറേജ് ഓഫ് എ പ്ലസ് ബി. അപ്പൊ എ പ്ലസ്, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ സമ്മ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് എന്താ? 26 × 4 എത്രയാ? 104 ആണെന്ന് കിട്ടും. ക്ലിയർ? അതുപോലെ എ പ്ലസ് ബിന്റെ ആവറേജ്, എ പ്ലസ് ബിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 19.5. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബിന്റെ എത്രയാണെന്ന് കിട്ടും? 19.5 × 2 39 ആണെന്ന് കിട്ടും. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ദെൻ ആവറേജ് ഓഫ് സി പ്ലസ് ഡി. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താ? ഇവിടെ നമുക്ക് എ പ്ലസ് ബിന്റെ വാല്യൂ 39 ആണെന്ന് കിട്ടി. അപ്പോൾ 39 പ്ലസ് സി പ്ലസ് ഡി ചെയ്താൽ എന്ത് കിട്ടും? 104 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സി പ്ലസ് ഡി എന്ന് പറയുന്നത് എന്താണ്? 104 - 39 65 ആണെന്ന് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ? സി പ്ലസ് ഡിന്റെ ആവറേജ് എന്താണ്? സി പ്ലസ് ഡിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ സി പ്ലസ് ഡി ബൈ 2. അപ്പൊ ഇത് ബൈ 2 ചെയ്താൽ ഇതിന്റെ ആവറേജ് കിട്ടി. സോ എന്ത് കിട്ടും? 32.5 ആണ് നമുക്ക് ആവറേജ് കിട്ടുക. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? വളരെ സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ, 2 നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 3:2. 2 നമ്പർ എന്ന് പറയുന്നത് 3:2 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്പർ 3x ഉം 2x ആണെന്ന് എടുക്കാം. ഇഫ്, അല്ലെങ്കിൽ നമുക്ക് നമ്പറിന് എങ്ങനെ എഴുതാം? 3x/2x എന്ന് എഴുതി കൂടെ? ഇങ്ങനെ എഴുതാം. അതായത് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാം. ഇനി ക്വസ്റ്റ്യനിൽ ബാക്കി പറയുന്നത്, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതേപോലെ എഴുതാം. ഇഫ് 8 and 6 ആർ സബ്ട്രാക്റ്റഡ് ഫ്രം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് എന്ന് 8 മൈനസ് ചെയ്തു, സെക്കൻഡ് എന്ന് 6 മൈനസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 5/8/5 ആയിരിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞ അതേപോലെ ഞാൻ ഇവിടെ മാറ്റി എഴുതി. ക്ലിയർ? ഇനി ഒന്നുമില്ല, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ക്രോസ് ചെയ്യാം. 3x × 5 15x -40 ഈക്വൽ ടു എന്ന് കിട്ടും. ഇതിങ്ങനെ ക്രോസ് ചെയ്താൽ ഇങ്ങോട്ട് കൊണ്ടുപോയി 8 × 2 16x -6 × 8 48. സോ ഇവിടുന്ന് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 8 ആണെന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 8 ആണെന്ന് കിട്ടി. ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ എന്താ? ദ നമ്പേഴ്സ് ആർ 3x ഉം 2x ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. 3x എന്ന് പറഞ്ഞാൽ 3 × 8 എത്രയാണ്? 24. 2x 2 × 8 16. സോ 24ഉം 16ഉം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇഫ് എ ഈസ് 80% മോർ ദാൻ ബി, ബി ഈസ് 20% ലെസ് ദാൻ സി. ഒന്നുമില്ല, അതായത് എ ബി സി എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം സി നമുക്ക് എന്താ? സി 100 ആണെന്ന് വിചാരിച്ചാൽ അതിനേക്കാളും 20% കുറവാണ് ബി. അപ്പോൾ ഇതിന്റെ 20% കുറവെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമുക്കറിയാം 10% എന്ന് പറഞ്ഞാൽ 10, 20% 20. സോ 100ന്ന് 20% കുറഞ്ഞാൽ 80 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് 80 ആണെന്ന് കിട്ടി. പിന്നെന്താ? എ എന്ന് പറയുന്നത് 80ന്റെ 80% കുറവാണ്. അപ്പൊ 80ന്റെ 80% എത്രയാണ്? 80ന്റെ 10% എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 80ന്റെ 80% 8 × 8 64 കുറവ്. 80% കൂടുതൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ 64 കൂടുതൽ 114 കിട്ടും, 144 കിട്ടും. ക്ലിയർ? മനസ്സിലായോ? 144 ആണ് കിട്ടുക. അപ്പൊ ഇതിന്റെ റേഷ്യോ ആണ് നമ്മൾ ഇനി ഫൈൻഡ് ചെയ്യുന്നത്. ഇതിന്റെ റേഷ്യോ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് എന്താ? 100, അതായത് 144 80 100. ഇതിനെ നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്യാലോ. 4 കൊണ്ട് കട്ട് ചെയ്താൽ 4 കൊണ്ട് കട്ട് ചെയ്തു 25 കിട്ടി, 4 കൊണ്ട് കട്ട് ചെയ്തു 20 കിട്ടി, 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3 കിട്ടും, റിമൈൻഡർ 2 6 കിട്ടും. 36:20:25 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഇങ്ങനെ സിമ്പിളായി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഫേം ദ റേഷ്യോ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓഫീസേഴ്സ് ഇൻ ദ റേഷ്യോ 4:, നമ്മൾ നേരത്തെ ചെയ്ത സെയിം ആണ്. 50 മെയിൽ ഓഫീസർ ആൻഡ് 100 ഫീമെയിൽ ഓഫീസർ ഷിഫ്റ്റഡ് ടു അനദർ ഫേം. അപ്പോൾ പുതിയ റേഷ്യോ എന്താണെന്ന് പറഞ്ഞു. അതായത് നമുക്ക് ആദ്യം 4x മെയിലും ഫീമെയിൽ എത്രയാ? 7x. ഇനി 50 മെയിൽ ഓഫീസേഴ്സും പുറത്തു പോയി. അപ്പോൾ എത്രയാ? 50 മൈനസ് ചെയ്യുക. ക്ലിയർ?
50 മൈനസ് ചെയ്യുക. അതുപോലെ 100 ഫീമെയിൽ ഓഫീസേഴ്സും പോയി. അങ്ങനെ ആകുമ്പോൾ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 7/12. ഇതാണ് പുതിയ റേഷ്യോ. ഇനി എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. 12 ഇൻറ്റു ഇത് 48x മൈനസ് എത്രയാ 600 ഈക്വൽ ടു 49x മൈനസ് 700. ക്ലിയർ? ഇനി ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ സിമ്പിൾ ആയി കണ്ടുപിടിക്കാമല്ലോ. എക്സ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആൾക്കാരുടെ എണ്ണം, അതായത് മെയിൽ ഓഫീസേഴ്സിന്റെ എണ്ണം എത്രയാണ്? 4x ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ 4x എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു, അതായത് 4 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 ഇൻറ്റു 4 400 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ തേർഡ് പ്രൊപ്പോർഷണൽ ഓഫ്, കണ്ടോ ഇവിടെ ചോദിച്ച തേർഡ് പ്രൊപ്പോർഷണൽ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 16:40 പ്രൊപ്പോർഷൻ 40:x. ഇങ്ങനെയാണ് നമ്മുടെ തേർഡ് പ്രൊപ്പോർഷൻ ചോദിച്ചാൽ കണ്ടുപിടിക്കാം. ഇതാണ് തേർഡ് പ്രൊപ്പോർഷൻ. ഇവിടുന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 16/40 ഈക്വൽ ടു 40/x. ഇവിടുന്ന് 16 ഇൻറ്റു എക്സ് ഈക്വൽ ടു 40 ഇൻറ്റു 40. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിനെ നമുക്ക് 4 ഇൻറ്റു 10 ഇൻറ്റു 4 ഇൻറ്റു 10 എഴുതാം. ക്ലിയർ? അപ്പൊ ഇവിടുത്തെ ഈ 16, അപ്പൊ ഇതും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്താൽ 16 ഇൻറ്റു 10 ഇൻറ്റു 10. ഇതൊക്കെ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കാണുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഇവിടെ 16 കൊണ്ട് എക്സ് കിട്ടും. അപ്പൊ ഈ ഇതും ക്യാൻസലായി. ബാക്കി എക്സ് ഈക്വൽ ടു 100 ആണെന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ 100 ആണ്. തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 100 ആണ്, 100 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ബാഗ് ദ കോയിൻ ഓഫ് 50 പൈസ. അപ്പോൾ ബാഗിൽ ഇത്രയും പൈസ ഉണ്ട്. എന്താ? 50 പൈസ ഉണ്ട്, 25 പൈസ ഉണ്ട്, 10 പൈസ ഉണ്ട്. അപ്പോൾ ഈ 50 പൈസ എന്ന് പറഞ്ഞാൽ എത്ര റുപ്പീസ് ആണ്? 1/2 ആണ്, ഹാഫ് റുപ്പീസ് ആണ്. ഇത് 1/4 ആണ്, ഇത് 1/10 ആണ്. ഇത്രയും റുപ്പീസ് ആണ് ഇത്. ഇനി നമ്മളോട് പറഞ്ഞു ഇവർ ഏത് റേഷ്യോയിലാണ് ഉള്ളത്. അപ്പൊ എത്ര കോയിൻസ് ഉണ്ട്? റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:4:3. അപ്പോൾ അതിന്റെ ടോട്ടൽ കോയിൻസ് എത്രയായിരിക്കും? 5 റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് 5x ആണ് ഉള്ളതെന്ന് എടുക്കാം. ഇത് 4x ആണ് ഉള്ളതെന്ന് എടുക്കാം. ഇത് 3x ആണ് ഉള്ളതെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പേഴ്സ് എത്ര റുപ്പീസ് ഉണ്ട്? 171 റുപ്പീസ് ഉണ്ട്. അതായത് ഞാൻ പറയുന്നു 5x ആണ് ടോട്ടൽ 50 റുപ്പീസ് ഉള്ളത്. അപ്പൊ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇൻറ്റു എന്ത് ചെയ്യാം? 1/2 ചെയ്താൽ മതി. ഇത്രയും റുപ്പീസ് ആണ് ഉള്ളത്. നമ്മളോട് പറഞ്ഞു ഇപ്പൊ 100 50 റുപ്പീസിന്റെ കോയിൻ ഉണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 100 50 റുപ്പീസ് ആണെങ്കിൽ എത്ര? 50 രൂപയായിരിക്കും. മനസ്സിലായോ? 50 രൂപയായിരിക്കും. സോ നമ്മളെന്താ 5x ഇൻറ്റു 2 ചെയ്യാം, പ്ലസ് 4x ആണ് 25 പൈസ ഉള്ളത്. അപ്പൊ ഇൻറ്റു 1/4 ചെയ്യാം, പ്ലസ് 3x ഇൻറ്റു 1/10 ചെയ്യാം. ഈക്വൽ ടു എന്ത് കിട്ടും? 171 കിട്ടും. ഇനി എന്ത് ചെയ്യാം? ഇതൊക്കെ ചെയ്യാം. അതായത് ഇതിപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് 5x/2 പ്ലസ് 4x/4 പ്ലസ് 3x/10 ഈക്വൽ ടു 171 ആണെന്ന് വന്നു. ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ LCM ഡിനോമിനേറ്റർ 20 ആക്കിയാൽ എല്ലാത്തിനും സെയിം ആകാം. അപ്പോൾ 20 ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇൻറ്റു എത്ര ചെയ്യാം? 20 ആക്കാൻ 10 ചെയ്യണം. അപ്പോൾ ഇവിടെ 10 ചെയ്യാം. ഇവിടെ ഇൻറ്റു 5 ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻറ്റു 5 ചെയ്യാം. ഇവിടെ ഇൻറ്റു 2 ചെയ്യാം. ക്ലിയർ? അപ്പം അങ്ങനെ ചെയ്താൽ നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ത് കിട്ടും? ഇവിടെ ചെയ്താൽ 50x പ്ലസ് 20x പ്ലസ് 6x ഈക്വൽ ടു ഡിനോമിനേറ്ററിലുള്ള 20 നമുക്ക് ഇങ്ങോട്ട് പോയി. അപ്പോൾ 3420 ആണെന്ന് കിട്ടി. ഇനിയിപ്പോൾ ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 76x ഈക്വൽ ടു 3420 ആണെന്ന് കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? എക്സ് എന്ന് പറഞ്ഞാൽ 3420 ഡിവൈഡ് ബൈ 76. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം നമുക്ക് എന്താ 2 കൊണ്ട് കട്ട് ചെയ്ത് മാറ്റാം. 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 38 കിട്ടും, ഇവിടെ 1710 ആണെന്ന് കിട്ടും. വീണ്ടും നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 19 കിട്ടും, ഇവിടെ എന്ത് കിട്ടും? നമുക്ക് 885 ആണെന്ന് കിട്ടും. ഇനി 855നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 19 ഇൻറ്റു 4 ആണ് 76. അപ്പൊ 4 കിട്ടും. റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ 9 വരും. അപ്പൊ 95ൽ, അതായത് ഇപ്പൊ ലാസ്റ്റ് നമ്മൾ എന്താ 885/19 ചെയ്യാം. അപ്പൊ നമുക്ക് 45 ആണെന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 45 ആണെന്ന് കിട്ടി.
ഇനി ഇവിടെ പറയുന്നത് എന്താ, ഓരോ വാല്യൂയും ഓരോ കോയിനും എത്രയാണെന്ന് ചോദിക്കുന്നു. 5x വാല്യൂ എക്സ് 45 ആണെങ്കിൽ 5x എത്രയായിരിക്കും? 225 4x എന്തായിരിക്കും? 4 × 45 എത്രയാണ്? 180 ആണ്. 3x എത്രയായിരിക്കും? 3 × 45 3 × 45 ചെയ്താൽ 120 15 135. സോ 225 120 180 135 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് ഇൻകം ഓഫ് എ ആൻഡ് ബി ഈസ് 5:7. 5:7 ആണ് റേഷ്യോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ദെയർ സേവിങ്സ് ഈസ് 2:3. അതായത് ഇൻകം എന്ന് പറയുന്നത് എൻ്റെയും ബിൻ്റെയും ഇൻകം എന്ന് പറയുന്നത് 5:7 ആണ്. സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്? 2:3 ആണ്. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 5x അതുപോലെ 7x എന്ന് എഴുതാം, എൻ്റെയും ബിൻ്റെയും. ഇതുപോലെ സേവിങ്സ് നമുക്ക് y ആയിട്ട് കൊടുക്കാം. അപ്പോൾ 2y ഇത് 3y ആണെന്ന് കൊടുക്കാം. ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് നമുക്ക് ഇതിനെ, അതായത് എന്താ നമ്മളോട് ചോദിക്കുന്നത്, എന്താ റേഷ്യോ തന്നു. ഇഫ് ദർ സ്പെൻഡ് എത്രയാ? 35,480. അതായത് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ നമുക്ക് എങ്ങനെ കാണാം? ഇൻകം തന്നു, സേവിങ്സ്, ഇൻകത്തുനിന്ന് സേവിങ്സ് മൈനസ് ചെയ്താൽ എക്സ്പെൻഡിച്ചർ കിട്ടുമല്ലോ. അതായത് 5x എന്ന് 5x എന്ന് 2y മൈനസ് ചെയ്താൽ 35,400 എന്ന് കിട്ടും. അതുപോലെ 7x എന്ന് 3y മൈനസ് ചെയ്താൽ 48,600 ആണെന്ന് കിട്ടും. ഇൻകത്തുനിന്ന് സേവിങ്സ് മൈനസ് ചെയ്താൽ എക്സ്പെൻഡിച്ചർ കിട്ടും. സോ ഇതാണ് നമുക്ക് കിട്ടുക. 2 ഇക്വേഷൻ കിട്ടും. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞ എന്താണ്? ഇൻകം ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയാൽ ഇൻകം കണ്ടുപിടിക്കാം. സോ ഈ 2 ഇക്വേഷൻ കിട്ടിയില്ലേ? 2 ഇക്വേഷൻ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, ഒരു വേരിയബിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിനെ രണ്ടിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിയാൽ വൈൻ്റെ വാല്യൂ സെയിം ആക്കിയാൽ മതി. വൈൻ്റെ വാല്യൂ സെയിം ആക്കാൻ ഇവിടെ × 3 ചെയ്യാം, ഇവിടെ × 2 ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? 15x മൈനസ് 6y ഈക്വൽ ടു × 3 ചെയ്യാം. 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2601. ഇതാണ് കിട്ടുക. ഇനി രണ്ടാമത്തതിൽ 14x മൈനസ് 6y ഈക്വൽ ടു ഇതെന്ത് കിട്ടും? 279 പിന്നെ 2 0. ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ രണ്ടും മൈനസ് ചെയ്താൽ x ഈക്വൽ ടു ഇത് നമ്മൾ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 0009 ആണെന്ന് കിട്ടും. x ഈക്വൽ ടു 9000 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ എന്താ? രണ്ടിൻ്റെയും ഡിഫറൻസ്, ഇൻകത്തിൻ്റെ ഡിഫറൻസ് 7x-ഉം 5x-ഉം ഡിഫറൻസ് എത്രയാണ്? 2x ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് 1000 ആണ്, 9000 ആണ്. അപ്പോൾ 2x എത്രയാണ്? 18,000 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അതായത് 2 × 9000 എന്ന് പറയുന്നത് 18,000 ആണ്. ക്ലിയർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ഏജിന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രസന്റ് ഏജ് ഓഫ് മായ ആൻഡ് മീര. അപ്പോൾ മായേന്റെയും മീരേന്റെയും ഏജ്, മായ അതുപോലെ മീര, ഇവരുടെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? റേഷ്യോ തന്നു, 6:5 ആണെന്ന് തന്നു. ഇനി എന്താ പറയുക? 15 ഇയേഴ്സ് കഴിഞ്ഞിട്ട്, 15 ഇയേഴ്സ് കഴിഞ്ഞാൽ അവരുടെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 9:8 ആണെന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ മീരയുടെ ഏജ് ആണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മൾ സിമ്പിളായി ചെയ്യാം. അതായത് ഇവിടുന്ന് എത്രയാണ് കൂടിയത്? 3 ആണ് കൂടിയത്. ഇവിടുന്ന് എത്രയാണ് കൂടിയത്? 3 ആണ് കൂടിയത്. അപ്പോൾ ഈ റേഷ്യോ 2 3 കൂടണമെങ്കിൽ 15 വർഷം കഴിയണം. അപ്പോൾ 3 യൂണിറ്റ് കൂടാൻ വേണ്ടിയിട്ട് 15 വർഷം എടുത്തു. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15/3 5 ആയിരിക്കും. നമ്മളോട് ഇവിടെ പറഞ്ഞു മീരേന്റെ പെർസെൻറ്റേജ്, അതായത് 5 യൂണിറ്റ് ആണ് പെർസെൻറ്റേജ്. 1 യൂണിറ്റിന്റെ വാല്യൂ 5 ആണ്. 5 യൂണിറ്റിന്റെ വാല്യൂ 5 × 5 എത്രയാ? 25 ആണ് ആൻസർ ആയിട്ട്. ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പൊ ഇത്രയാണ് കിട്ടുക. അതായത് ഒന്നുമില്ല, ഇത് തമ്മിൽ സെയിം ആയിരിക്കണം. ഇത് 3 യൂണിറ്റ് ആണ് ഇൻക്രീസ് ചെയ്തത്. 3 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാ? 15 വർഷം എടുത്തു. 3 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 വർഷം എടുത്തു. അപ്പോൾ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ 5 മതി. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ മീരയുടെ 5 എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആണ് ഇപ്പോഴത്തെ വയസ്സ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. 5 യൂണിറ്റ് എന്ന് പറയുന്നത് 5 × 5 25 ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഏജ് ഓഫ് ഫാദർ 6 years ago. അപ്പോൾ ഫാദർ അതുപോലെ എന്താ ഉള്ളത്? ഡോട്ടർ ഉണ്ട്. ഫാദർ ഉണ്ട്, ഡോട്ടർ ഉണ്ട്. അപ്പോൾ 6 വർഷം മുന്നേ, അപ്പോൾ 6 years ago
പിന്നെ പെർസെൻറ്റേജ്. അപ്പോൾ 6 വർഷം മുന്നേ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് എന്താണ് 6 ടൈംസ് ദ ഏജ് ഓഫ് ഡോട്ടർ. അപ്പൊ ഡോട്ടറിന്റെ എക്സ് ആണെങ്കിൽ ഫാദറിന്റെ എത്രയാണ് 6x ആയിരിക്കും. ഇനി 3 years ഹെൻസ്, അപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് പെർസെൻറ്റേജ് കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞിട്ട് ഇവരുടെ ഏജ് എന്ന് പറയുന്നത് എന്താ, ഫാദർ ഏജ് വിൽ ബി ത്രൈസ് ദ ഓൾഡ് ആസ് ഹിസ് ഡോട്ടർ. അപ്പോൾ ഡോട്ടറിന്റെ ഏജിന്റെ 3 ഇരട്ടി ആയിരിക്കും ഫാദറിന്റെ ഏജ്. അപ്പോൾ ഇവിടുന്ന് ഇതാ ഡോട്ടറിന്റെ ഏജ് ഇവിടുന്ന് 6 കൂടി 3 കൂടി ടോട്ടൽ x+9 ആയി ഡോട്ടറിന്റെ ഏജ്. ഇതിന്റെ 3 ഇരട്ടി ആയിരിക്കും ഫാദറിന്റെ ഏജ്. അപ്പോൾ 3 × x+9 ആയിരിക്കും ഫാദറിന്റെ ഏജ്. ക്ലിയർ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണ് കൂടിയേ, 9 കൂടിയിട്ടുണ്ട്. 6ഉം 3ഉം 9 കൂടിയിട്ടുണ്ട്. അപ്പോൾ 6x+9 എന്ന് പറഞ്ഞാലും, അതായത് 6x+9 എന്ന് പറഞ്ഞാലും 3 × x+9 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, 3x+27 = 6x+9 എന്ന് കിട്ടി. അപ്പോൾ 6x - 3x = എന്ത് കിട്ടി, 18 ആണെന്ന് കിട്ടി. അപ്പോൾ 3x എന്ന് പറയുന്നത് എന്ത് കിട്ടി, 18 ആണെന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ എന്ന് കിട്ടി, 6 ആണെന്ന് കിട്ടി. എക്സ് എന്ന് പറയുന്നത് 6 ആണ്. വാട്ട് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് ഡോട്ടർ? ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 6 കിട്ടി. അപ്പോൾ പ്രസന്റേജ് എന്താണ്? പ്രസന്റേജ് എന്ന് പറഞ്ഞാൽ 6 വർഷം കഴിഞ്ഞിട്ടുള്ളത്. 6 + 6 12 ആയിരിക്കും പ്രസന്റേജ്. ക്ലിയർ? സിമ്പിൾ അല്ലേ? അപ്പോൾ പ്രസന്റേജ് എന്ന് പറയുന്നത് 12 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് പ്രസന്റേജ്, 12. സിമ്പിൾ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. 14 years ago, അതായത് നേരത്തെ സെയിം ടൈപ്പ് ആണ്. 14 years ago, അതായത് ഫാദർ ഉണ്ട്, സൺ ഉണ്ട്. 14 years ago എന്താണ്, ഏജ് ഓഫ് ഫാദർ ഈസ് 3 times as the സൺ. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് 3x ആണ്. ക്ലിയർ? 14 years ago ആണ് പറയുന്നത്. എന്നിട്ട് ഇനി എന്താ പറയുന്നത്, നൗ ദ ഫാദർ ഈസ് ട്വൈസ്. അപ്പൊ ഇപ്പോഴത്തെ വയസ്സ് എന്തായിരിക്കും, ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ x+14 ആയിരിക്കും. അപ്പോൾ ഫാദറിന്റെ ഏജ് എന്തായിരിക്കും, ഇതിന്റെ ട്വൈസ് ആണെന്നാണ് പറയുന്നത്. സോ 2 × x+14. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ആണ്. നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടും, ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതും 14 ആണ്. അപ്പോൾ 3x+14 എന്ന് പറയുന്നതും ഇതും, അതായത് 2x+28 എന്ന് പറയുന്നതും സെയിം ആണ്. ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും, എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 14 ആണെന്ന് കിട്ടും. ക്ലിയർ? എക്സിന്റെ വാല്യൂ 14 ആണെന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ ചോദിച്ചെന്താ, പെർസെൻറ്റേജ് ഓഫ് ഫാദർ ആൻഡ് സൺ. അപ്പോൾ പെർസെൻറ്റേജ് ഇതാണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അതായത് ഇതെന്ന് പറയുന്നത് 2x+28 + x+14 ഇതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുന്നതാണ് ചോദിക്കുന്നത്. സോ എക്സും 3x + 28 10 38 4 42. സോ ഇവിടെ എന്ത് കിട്ടും, 3 × 14. സോ 42 + 42 = 84 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ. അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഓഫ് പ്രിയ, പ്രിയന്റെ ബർത്ത് ടൈമിൽ പ്രിയ ഉണ്ട്, ഫാദേഴ്സ് ഏജ് ഈസ് 32. അപ്പോൾ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 38 ആയിരുന്നു. പ്രിയക്ക് അപ്പോൾ എത്രയാണ്, 0. ക്ലിയർ? അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഓഫ് ഹെർ 4 year യങ്ങർ, അതായത് പ്രിയേനേക്കാളും 4 വർഷം യങ്ങർ ആയിട്ടുള്ള, അതായത് പ്രിയക്ക് 4 വർഷം ആകുമ്പോൾ അയാളുടെ ബ്രദറിന് എത്രയായിരിക്കും, ബ്രദർ ജനിക്കുന്നതായിരിക്കും, ബ്രദറിന് 0 ആയിരിക്കും. അപ്പൊ മദറിന് എത്രയാണ്, മദറിന് 36 years ആണ്. 36 years ആണ്. ക്ലിയർ? ഇനി എന്താ ചോദിക്കുന്നത്, ഹൗ ഓൾഡ് ഈസ് ഹിസ് മദർ യങ്ങർ ദാൻ ഹിസ് ഫാദർ? മദറും ഫാദറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നുമില്ല, സിമ്പിൾ ആണ്. അതായത് ഇത് 4 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ് അല്ലേ, അപ്പോൾ ഇവിടുന്ന് 4 വർഷം കുറക്കുക, 32 കിട്ടും മദറിന്റെ ഏജ്. സോ ഫാദറിന്റെ ഏജ് 38 ആണ്, മദറിന്റെ ഏജ് 32 ആണ്. സോ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്, 38 - 32. ഓപ്ഷൻ എത്രയാ, ഡി ആണ് കറക്റ്റ് ആൻസർ. 6 ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും ടോപ്പിക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി റിവൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടോപ്പിക്കായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.